Good evening, ma'am. Good evening, ma'am. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു മാമിന്. മാമിനെ കാണുന്നില്ലല്ലോ. മീൻ വന്നിട്ട് പോയതാണ് തോന്നുന്നു. കാണുന്നുണ്ടോ? എനിക്ക് കാണുന്നില്ല കേട്ടോ. റീകണക്ട് ചെയ്യാൻ പോയത്. നെറ്റ്വർക്ക് ഇഷ്യൂ. എല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തോ? ആർക്കെങ്കിലും മാമിനെ കാണാവോ? എനിക്ക് അസൈൻമെന്റ് ആദ്യത്തെ 3 അല്ലാത്തത്, പിന്നെ ഒരെണ്ണം കൂടി വന്നില്ല. അത് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് പറഞ്ഞുതരുമോ? വേറെ ഒന്നും സബ്മിറ്റ് ചെയ്യാനല്ലല്ലോ. മാമിനെ കാണാവോ? മാം ഇല്ല അതിനകത്ത്. ഇല്ല മാം, ഒന്ന് പോയി. വർക്കാണോ? ഡയറ്റ് ചാർട്ടും ഇമ്മ്യൂണൈസേഷൻ ചാർട്ടും ആണ്. കാണാൻ പറ്റുന്നില്ല. നല്ല ഉറക്കത്തിലാവുന്നു. നിങ്ങൾ എല്ലാവരും അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തോ? ഡയറ്റ് ചാർട്ടൊക്കെ ആദ്യത്തെ 3 ചെയ്തു. അതെങ്ങനെയാ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഞാൻ എല്ലാം ചെയ്ത് വെച്ചേക്കാണ്. പക്ഷെ ഇത് എങ്ങനെയാ സബ്മിറ്റ് ചെയ്യേണ്ട രീതിയെന്ന് എനിക്കിത് കിട്ടണില്ല. ഒന്ന് പറഞ്ഞു തരുമോ? അതിന്റെ ഡെമോ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടല്ലോ സാർ ഇട്ടിട്ടുണ്ട് അതിന്റെ ഡെമോ. ഈ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട അസൈൻമെന്റ് ഏതൊക്കെയാ എന്നോടൊന്ന് പറയാവോ? അത് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. ഏതൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്നുള്ളത് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. ലിസ്റ്റ് തന്നെ ഉണ്ട്. നമ്മൾ ചാർട്ട് പോലെ തയ്യാറാക്കിയത് മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മറ്റേ ഹാൻഡ് വാഷ് ചെയ്തില്ലേ, അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അത് ചെയ്യണ്ട. ഹാൻഡ് വാഷിന്റെ സബ്മിറ്റ് ചെയ്യണ്ട. സബ്മിറ്റ് ചെയ്യേണ്ട ടൈപ്പ് വെച്ചാൽ മതിയെന്ന് മാം പറഞ്ഞിരുന്നല്ലോ. ഫസ്റ്റ് അവർ ഹാൻഡ് സ്റ്റെപ്പുകൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ 2 ഏതൊക്കെയാ? ആകെ 2 ഉള്ളു സബ്മിറ്റ് ചെയ്യാനായിട്ട്. മറ്റേ ഹാൻഡ് വാഷിന്റെ വേണ്ടല്ലോ. ഞാൻ 2 ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഹെൽത്തിന്റെയും പിന്നെ മറ്റേ ഈ ഫുഡിന്റെ ആ ചാർട്ടും അല്ലേ? ഇത് 2 ഉള്ളൂ. അല്ല, ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ മറ്റേ ബാലൻസ്ഡ് ഡയറ്റ് ചാർട്ടും ഇമ്മ്യൂണൈസേഷൻ ചാർട്ടും വന്നിട്ടില്ലേ ഇപ്പൊ? അതൊന്നും സബ്മിറ്റ് ചെയ്യണ്ടല്ലോ, ആക്ടിവിറ്റി അല്ലേ, നമ്മൾ കയ്യിൽ വെച്ചാ പോരെ. ബാലൻസ്ഡ് ഡയറ്റ് സബ്മിറ്റ് സബ്മിറ്റ് ചെയ്യണ്ടല്ലേ? ചെയ്യണോ? ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് ഇതും വേണോ? ഇന്ന് മിസ് ഇല്ലേ? ഞാനേ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ക്ലിയർ ആണോ? ഞാൻ ഓഡിയോ ക്ലിയർ ആണോ? കേൾക്കുന്നു. ക്ലിയർ ആണ് മാം. ഒരു കാര്യം ചെയ്യാമോ? നിങ്ങളൊന്ന് പ്രേയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗുഡ് ഈവനിങ്. ക്ലിയർ ആണോ? ആണെങ്കിൽ ഇതിൽ കണ്ടിന്യൂ ചെയ്യായിരുന്നു. ചേഞ്ച് ചെയ്യാനായിരുന്നു. വോയിസ് സ്റ്റക്ക് ആവുന്നുണ്ട്. ക്ലിയർ അല്ല കേട്ടോ, ക്ലിയർ അല്ല. ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട് മാം. ഇടയ്ക്ക് സ്റ്റക്ക് ആവണം മാം, ക്ലിയർ അല്ല. വീഡിയോ സ്റ്റക്ക് ആണ്, ക്ലിയർ ആവണില്ല. മെസ്സേജ് ഒന്ന് ശ്രദ്ധിച്ചോട്ടോ.
ആകെ സ്റ്റെക്കായി നിൽക്കാണല്ലോ. മാം എന്താ ലാസ്റ്റ് പറഞ്ഞത്? റേഞ്ചിന്റെ പ്രശ്നം വല്ലതും ഉണ്ടോ മാം? മെസ്സേജ് ശ്രദ്ധിച്ചോളാന്. അങ്ങനെയല്ലേ പറഞ്ഞേ? അങ്ങനെയാണോ പറഞ്ഞേ? എന്തോ പറഞ്ഞെന്ന് എനിക്ക് മെസ്സേജ് മനസ്സിലായില്ല ശ്രദ്ധിക്കാനാ പറഞ്ഞത്. പറഞ്ഞേ. മെസ്സേജ് ശ്രദ്ധിക്കാൻ. മെസ്സേജ് ശ്രദ്ധിക്കാനാ പറഞ്ഞത്. ഓക്കെ. മാം മെസ്സേജ് ശ്രദ്ധിക്കാനാ പറഞ്ഞത്, പക്ഷെ മെസ്സേജിലൊന്നും വരുന്നില്ല. മാമിന് നല്ല നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. ഈ ബെൻസി ആരാ? ബിൻസിയോ ആരാ? ഞാൻ ആദ്യമായിട്ടാ ജോയിൻ ചെയ്യുന്നത് ലൈവ് ക്ലാസ്സില്. ഓക്കെ. ഞാൻ ഹലോ വിചാരിച്ചു ന്യൂ ഹലോ മാം ആണ് വിചാരിച്ചു. എല്ലാവർക്കും കേൾക്കാമോ? ഹലോ എല്ലാവർക്കും കേൾക്കാമോ? അല്ല യെസ്. ഹലോ അതെ, മാം പറഞ്ഞു മാമിന്റെ ലാപ്ടോപ്പിന് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മാം ലാപ്ടോപ്പ് മാറ്റിയിട്ട് വിളിക്കാം. കാർത്തികയാണ് പ്രെയർ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു. ആളോട് റെഡി ആയിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാർത്തികയുണ്ടോ ലൈനില്? ഞാൻ റെഡി ആയിട്ടിരിക്കണ്ട്, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. മാം ലാപ്ടോപ്പ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം. മാം ട്രൈ ചെയ്യുന്നുണ്ട്, വേറെ ലാപ്പ് ഓക്കെ ആക്കുന്നുണ്ട്. ഓക്കെ കുഴപ്പമില്ല. കാർത്തികയോട് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു മാം. മിസ് എന്നോട് അങ്ങനെ പറഞ്ഞായിരുന്നു. എങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഷുവർ. Oh God, you are my all in all. From my first breath, you are with me. I love you and thank you. You blessed me with loving parents. I love you and thank you. You blessed me with wonderful teachers. Your hands is with me and protect me all time. I do not travel alone. Like a best friend, you always guide me right. Oh God, you are my all in all. Thank you. ഇന്നത്തെ ടെസ്റ്റ് എല്ലാരും അറ്റൻഡ് ചെയ്തോ? ചെയ്തു. എന്നിട്ടുണ്ടായിരുന്നോ? എന്നിട്ടുണ്ടായിരുന്നല്ലോ. ചെയ്തു. ചെയ്തില്ല. ഞാനും ചെയ്തു. യൂണിറ്റ് 4 ആയിരുന്നു എന്നിട്ടായിരുന്നത്. എല്ലാവർക്കും മെയിൽ വരും. ഹലോ. അതെ, 4. ഓക്കെ, ചെയ്തിട്ടില്ലേ? മെയിൽ ഞാൻ വരുമ്പോ നോക്കിയില്ല, അതുകൊണ്ട് ചെയ്തില്ല. നോട്ടിഫിക്കേഷൻ വന്നെന്ന് അറിയല് മെയിൽ വരുമ്പോ. യൂണിറ്റ് 3 പറഞ്ഞ ആക്ടിവിറ്റി ഒന്ന് പറയാവോ ആരെങ്കിലും? വാക്സിനേഷൻ ചാർട്ട് അല്ലേ പറഞ്ഞത്? കുട്ടികളുടെ വാക്സിനേഷൻ ചാർട്ട് അല്ലേ പറഞ്ഞത്?
മാം വന്നു തോന്നുന്നുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ടാണല്ലോ. മാം വന്നില്ലേ? പ്രസന്റേഷൻ മാത്രമേ കാണുള്ളൂ. പ്രസന്റേഷൻ സ്മാർട്ടാണ്. സ്മാർട്ട് ഈസ് പ്രസന്റിംഗ് എന്നല്ലേ കാണിക്കണേ, മാം അല്ലല്ലോ. അല്ല, സ്ക്രീൻ ഷെയർ കാണുന്നില്ലേ? ഫസ്റ്റ് എയ്ഡ് പറഞ്ഞ യൂണിറ്റ് 5 കാണുന്നില്ല. മാം ഇപ്പൊ വരുമെന്നാ മെസ്സേജ് ഉണ്ട്. ആ എനിക്ക് മാത്രമാണോ ഒന്നും കേൾക്കാത്തെ? അല്ല അല്ല, ആർക്കും കേൾക്കുന്നില്ല. ആരും ഒന്നും മിണ്ടണില്ലേ, അതാണ് കേൾക്കാത്തെ. ആർക്കും കേൾക്കല്ല. മാം വന്നില്ലേ? കാണിക്കണില്ലല്ലോ മാമിന്റെ. മാമിന്റെ സ്മാർട്ടിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. മാമിന്റെ ലാപ്പ് കംപ്ലൈന്റ് ആണ്, മൊബൈൽ വഴിയെ കയറണേന്ന് പറഞ്ഞിട്ട്. കണ്ടില്ലേ? ഓക്കെ ഓക്കെ. എന്നെ ഇപ്പൊ കേൾക്കാമോ? യെസ് മാം. കേൾക്കുന്നുണ്ട് മാം. കേൾക്കുന്നുണ്ട് മാം. യെസ് മാം. ഓക്കെ, സോറി ഫോർ ദ ട്രബിൾ. ഓക്കെ, ഞാൻ കരുതി എന്റെ ലാപ്ടോപ്പ് ക്ലിയർ ആയി. വൈകിട്ട് ഒരു ഡെമോ ഒക്കെ ചെയ്ത് നോക്കിയപ്പോ നമുക്ക് ക്ലിയർ ആയിരുന്നു. പക്ഷെ അത് വീണ്ടും പ്രശ്നമായി. ഓക്കെ ഫൈൻ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ് പ്രെയർ കഴിഞ്ഞല്ലോ. കാർത്തികയുടെ പ്രെയർ കഴിഞ്ഞല്ലോ അല്ലെ? മാമിന്റെ കഴിഞ്ഞു ഫേസ് മിസ്സേ. കഴിഞ്ഞ മാം.
നല്ല yes, ക്ലിയർ ma'am. ആയിരുന്നു. ഓക്കെ, എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ, നമ്മള് ഞാൻ മാമിന്റെ ആൻസർ പറയാം. ശരി, നമ്മള് യൂണിറ്റ് 4 ആയിരുന്നു, മോഡ്യൂൾ 1-ലെ പാർട്ട് 1-ലെ യൂണിറ്റ് 4 ആയിരുന്നു കഴിഞ്ഞത്. അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്, അതിനൊരു അസൈൻമെന്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, നാളെ ഹൃദയാണോ പ്രെയർ? നമ്മള് നെക്സ്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ അതില്. ഇമ്മ്യൂണൈസേഷൻ ചാർട്ടിന് വന്നിട്ടില്ലേ? സബ്മിറ്റിന്റെ ഓപ്ഷൻ ഇല്ല. ആണോ? ഞാൻ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ മെസ്സേജ് കൊടുത്തിരുന്നു. അത് നാളെ ക്ലിയർ ചെയ്യാം കേട്ടോ. നാളെ ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് ക്ലിയർ ചെയ്ത് പറയാം. നിങ്ങക്ക് സിലബസ് കിട്ടിയോ? കിട്ടി മിസ്. ടൈം ടേബിളും കിട്ടി. ഓക്കെ, ഫൈൻ. സിലബസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫസ്റ്റ് എയ്ഡ് മെന്റൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആരെങ്കിലും ശ്രദ്ധിച്ചോ? യൂണിറ്റ് 5. ആക്ച്വലി ഫസ്റ്റ് എയ്ഡ് മെന്റൽ എന്നാണ്. അതായത് നമ്മൾ സാധാരണ ഫസ്റ്റ് എയ്ഡ് കേട്ടിരിക്കുന്നത് എന്താണ്? നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു, ഫ്രാക്ചർ വന്നു, ഇഞ്ചുറി വന്നു, പെട്ടെന്ന് ഓൺ ദ സ്പോട്ട് ഫസ്റ്റ് കൊടുക്കുന്ന ഒരു എയ്ഡ് ആണ് അല്ലെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അത് ഫിസിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണ്. മറ്റേത് മെന്റൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, PFA. ഓക്കെ, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഒന്നുകൂടെ പറയുമോ മാം? ഞാൻ അത് വരും. പക്ഷെ അതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇഞ്ചുറി, ഫ്രാക്ചർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോ, വീക്ക്നെസ് ഒക്കെ വരുമ്പോ എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് അതിന്റെ കഴിഞ്ഞിട്ട് നമുക്ക് മെന്റൽ ഫസ്റ്റ് എയ്ഡിലേക്ക് പോവാം. അതായത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന PDF റെഫറൻസില് മെന്റൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാനൊരു PDF ഷെയർ ചെയ്യും നിങ്ങളുടെ ക്ലാസ് റൂമില്. ആ ചാനലിലേക്ക് ഒരു PDF ഷെയർ ചെയ്യും. അപ്പൊ അതിന് കുറേ കാര്യങ്ങളുണ്ട്. അത് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ പറയും. അത് മാത്രം നിങ്ങൾ ആ PDF-ന്ന് നോട്ട് ചെയ്താൽ മതി. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ PDF വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് വേണം. അതിനനുസരിച്ച് അത്രയും ഭാഗം മാത്രം നോട്ട് ചെയ്താൽ മതി. അതൊരു 28 പേജുള്ള വലിയൊരു PDF ആണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് യൂണിറ്റ് 5-ലേക്ക് പോവാം. ഫസ്റ്റ് എയ്ഡ് മാത്രമാണ് നമ്മളുടെ റെഫറൻസിലുള്ളൂ. പക്ഷെ ഇത് നമുക്ക് വേണ്ടത് അതല്ല. അതൊന്നും അറിഞ്ഞിരിക്കണം, ഒരു ബേസിക് നോളജ്. കാരണം ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. നമ്മളൊരു ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് ഇതുപോലൊരു എമർജൻസി സിറ്റുവേഷൻ, കുട്ടികൾ ഓടിച്ചാടിയൊക്കെ നടക്കുമ്പോൾ അവർ വീഴാം, അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റാം. പെട്ടെന്ന് ഓൺ ദ സ്പോട്ട് പ്രോംപ്റ്റ് ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യേണ്ട കാര്യമാണ് ഫസ്റ്റ് എയ്ഡ്. അത് മാത്രമല്ല, എവിടെയെങ്കിലും പൂളിലൊക്കെ മുങ്ങി പോവുക, വെള്ളം കുറെ കുടിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്നൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. അല്ലെങ്കിൽ റെസ്പിറേഷൻ, നമ്മുടെ ശ്വസന അതിനെന്തെങ്കിലും പ്രോബ്ലം വരും. അപ്പം അങ്ങനെ വെള്ളം പുറത്തേക്ക് കളയണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആക്ച്വലി ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ അതൊരു മെഡിക്കൽ അറ്റൻഷൻ ആണല്ലേ. ദാറ്റ് ഇസ് ഇല്ലാത്ത കാര്യമാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചോളൂ. നമ്മളത് എപ്പോഴാണ് കൊടുക്കുന്നത്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ, എന്നുവെച്ചാൽ ഒരു ഇഞ്ചുറി സംഭവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു മെഡിക്കൽ അറ്റൻഷനാണ്. ചിലർക്ക് ബ്ലഡ് കുറയെ പോകും, ചിലർക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും, ചിലർക്ക് ചതവായിരിക്കും, ചിലപ്പോൾ കയ്യിലാണ് പ്രശ്നമെങ്കിൽ കയ്യിൽ ഒടിവ് സംഭവിച്ചിട്ടുണ്ടാകും, ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ടാകും, കാലിലാണെങ്കിൽ ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് കണ്ടീഷൻ എന്നുള്ളത്. ആ ഒരു സമയത്ത് ഒരു ഷോർട്ട് ടേം ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അല്ലെ. ആ അപകടം സംഭവിച്ച് ഉടനെ തന്നെ നമ്മൾ കൊടുക്കണ്ട, പ്രോംപ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് വേണം. ഉടനെ തന്നെ കൊടുക്കേണ്ട ഒരു ഷോർട്ട് ടേം ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ്. അതിന് നമുക്ക് വലിയ മെഡിക്കൽ പ്രൊഫഷണൽ ഒന്നും ആകേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ അതിനെക്കുറിച്ച്, ആ ടെക്നോളജിയെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. അതിനെപ്പറ്റി ഒരു ചെറിയ ട്രെയിനിങ്. സൗണ്ട് ബ്രേക്ക് ആവുന്നു. ആണോ? സൗണ്ട് ക്ലിയർ അല്ല? ഇല്ല മാം, കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, ക്ലിയർ ആണ്. നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. എനിക്ക് ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ല. എന്റെ ലാപ്ടോപ്പ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാകും. അതാണ് ഞാൻ മാറി. അപ്പൊ ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഷോർട്ട് ടേം ആയിട്ട് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. FA എന്ന് നമുക്ക് അതിനെ അബ്രിവേഷൻ ഷോർട്ട് ഫോമിൽ പറയാം. FA.
സ്കൂളുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാകും, വീട്ടിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാകും. പിന്നെ നമ്മൾ ബസ്സിലൊക്കെ കാണുമ്പോൾ ടെറുമ്പ് കാണും FA എന്ന് പറഞ്ഞിട്ട് അവിടെ അതിനകത്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാകും. അപ്പൊ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്താണെന്നും അതിൽ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യുന്ന ചുമ്മാ ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ ഒരു ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കുക. ഓക്കെ, എന്തെല്ലാം ആഡ് ചെയ്യണം, ഓരോ എമർജൻസി മനസ്സിലാവുമ്പോഴായിരിക്കും എന്തെല്ലാം കൂടെ അതിനകത്ത് വേണം എന്നുള്ളത് മനസ്സിലാക്കുക. സാധാരണ കിച്ചണിലൊക്കെ ഞാനൊക്കെ പൊള്ളലിനുള്ള മരുന്ന്, അഥവാ പൊള്ളലിന് മരുന്നില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യുക, നമുക്ക് കയ്യോ അങ്ങനെ പൊള്ളുമ്പോ പൊക്കി ഇതെല്ലാരും പെട്ടെന്ന് തണുത്ത വെള്ളത്തിൽ ഉപ്പ് തേക്കും. തേന് കോഴി നെയ്യ് തണുത്ത വെള്ളത്തില് ഇട്ട് വെക്കും. കോൾഡ് വാട്ടറിൽ കഴുകും. അതെ. അത് പെട്ടെന്ന് അത് പൊങ്ങി വരാതിരിക്കാനായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അതൊക്കെ ചെയ്യും അല്ലെ. ആവിയിൽ പൊള്ളാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോ ആവി അടിച്ചത് ഭയങ്കര പൊള്ളലായിരിക്കും. വെള്ളം ചൂടുവെള്ളം വീഴുന്നതിനേക്കാളും ഭയങ്കര പൊള്ളലായിരിക്കും ആവി. ഓക്കെ, പേസ്റ്റ് യൂസ് ചെയ്യും, വെള്ളം ഒഴിക്കും. നമുക്ക് ആ പുകച്ചില് കുറേ സമയത്തുണ്ടാവും, അപ്പൊ വെള്ളത്തിൽ മുക്കി വെക്കുകയൊക്കെ ചെയ്യും. നെക്സ്റ്റ് നമ്മളുടെ ഇതിലേക്ക് പോവാണ് ഫസ്റ്റ് എയ്ഡ്. അപ്പം നമ്മളിപ്പോ സ്കൂളിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളിപ്പോ ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് സ്കൂളിലേക്ക് പോകുന്നു. ആ സമയത്താണ് അപ്പൊ ആക്സിഡൻസ് സ്കൂളിൽ കോമൺ ആണ്. കുട്ടികൾ കളിക്കും, ഓടിക്കളിക്കും, അപ്പൊ അവരത്ര ശ്രദ്ധിക്കില്ല വലിയ ആൾക്കാരെ പോലെ. അപ്പൊ അവർ തമ്മിലിടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവരല്ലാതെ വീണിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഇഞ്ചുറി സംഭവിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനെയാണ് ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഷോർട്ട് ടേമിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അതൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് അല്ല. ഫർദർ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, പാരന്റ്സിനെ ഇൻഫോം ചെയ്യണം. അതൊക്കെയാണ് നമ്മൾ പിന്നെ ചെയ്യുന്ന സ്റ്റെപ്പ്. പക്ഷെ ആ ഒരു ഷോർട്ട് ടേം ട്രീറ്റ്മെന്റ് കൊണ്ട് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഇഞ്ചുറി സംഭവിച്ച ആൾക്ക് ഒരു റിലീഫ് ഉണ്ടാകും. റിലീഫ് കിട്ടുവാണ് ആ പേഷ്യന്റിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഡോക്ടറുടെ അടുത്ത് എത്തുമ്പോഴേക്കും. ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയില്ലേ ഇത് ചെയ്തത് നന്നായി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് എയ്ഡ് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണ്, സ്പോട്ടിൽ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് കിട്ടുന്നതിന് മുമ്പ് സ്പോട്ടിൽ കൊടുക്കുന്ന ഒരു ഷോർട്ട് ടേം ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ്. അത് ക്ലിയർ ആയല്ലോ? യെസ് മാം. നെക്സ്റ്റ് അപ്പൊ സ്കൂളുകളിൽ ഫസ്റ്റ് എയ്ഡിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് കീപ്പ് ചെയ്യണം. സ്കൂളുകളിൽ എന്തെല്ലാം സാധനങ്ങൾ ഫസ്റ്റ് എയ്ഡിൽ വെക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതൊന്നും പലപ്പോഴും എല്ലാ ഫസ്റ്റ് എയ്ഡിനും ഉണ്ടാവില്ല. അത്യാവശ്യം വേണ്ടുന്ന മുറിവിൽ പെട്ടെന്ന് ഓയിൽമെന്റ്, കോട്ടൺ, ബാൻഡേജ്, അങ്ങനെ അങ്ങനെ കുറെ ക്ലീൻ ചെയ്യാനുള്ള ആന്റിസെപ്റ്റിക് ലോഷൻ, ചെറിയ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സിസേഴ്സ്, ചെറിയ നൈഫ്, നീഡിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സ്കൂളുകളിൽ ഉണ്ടാകുക. പിന്നെ പൊള്ളലിനുള്ള എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ. ഓക്കെ, റിജു ഒന്ന് സ്ക്രോൾ ചെയ്യണേ, ഞാനല്ല ഷെയർ ചെയ്തേക്കണേ, അതുകൊണ്ടാണ്. യെസ്, ആ ലിസ്റ്റ് വേണം. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് എയ്ഡ് കിറ്റിലെ ലിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ കൊടുത്തിരിക്കുവാണ്. നമ്മൾ ഇതൊന്നുമല്ല, നമ്മളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം അത്യാവശ്യം വേണം എന്നുള്ളത് നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. സബ്മിറ്റ് ചെയ്യേണ്ടതല്ല കേട്ടോ, കയ്യിൽ കീപ്പ് ചെയ്യാൻ. കോട്ടൺ ബൂൾ അല്ലെ, കോട്ടൺ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ ടേപ്പ്, നമുക്കിങ്ങനെ ഈസിലി ആയിട്ട് ടിയർ ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്ന, കീറി ഒട്ടിക്കാൻ പറ്റുന്ന ടേപ്പ്. പിന്നെ ബ്രഷ്, എന്തെങ്കിലും രീതിയിൽ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ്. പിന്നെ റോളർ ബാൻഡേജസ്, ഇങ്ങനെ ചുറ്റുന്ന ബാൻഡേജസ് ഉണ്ടല്ലോ. ചിലപ്പം കാലിനൊക്കെ എന്തെങ്കിലും സ്പ്രെയിൻ വന്നു അല്ലെങ്കിൽ ഒന്ന് ഉളുക്കിയൊക്കെ വരുമ്പോൾ അനക്കാതെ കുട്ടിയെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകുന്നവരെ അനക്കാതെ വെക്കാനായിട്ട് ബാൻഡേജസ് യൂസ് ചെയ്യും. സേഫ്റ്റി പിൻ, അത് പിൻ ചെയ്യാനുള്ളത് ആ ബാൻഡേജിന്റെ പിന്നും ഉണ്ടാവും, അല്ലാതെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് സേഫ്റ്റി പിൻ ഉണ്ടായിരിക്കും. പിന്നെ ട്രയാങ്കുലർ ബാൻഡേജസ്. ട്രയാങ്കുലർ ബാൻഡേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആം സ്ലിംഗ് ഇല്ലേ, കൈക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൈ അനക്കാന്ന് വെക്കാനായിട്ട് ട്രയാങ്കുലർ ഷേപ്പിൽ ഒരു ക്ലോത്ത് കൊണ്ടുള്ളൊരു സ്ലിംഗ് ഉണ്ട് എടുക്കുക, അല്ലെങ്കിൽ അല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള സ്ലിംഗ് എടുക്കുക. അതാണ് ട്രയാങ്കുലർ ബാൻഡേജസ് എന്ന് പറയുന്നത്. നീഡിൽസ്, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നീഡിൽ ഉണ്ടാകും. സിസേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ചിലപ്പോ ഒലീവ് ഓയിൽ വരും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ സ്കിന്നിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ വരുവാണെങ്കിൽ അതിപ്പോ ഒരു ക്രീം ആയാലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ആയാലും മതി. ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതിൽ ഒലീവ് ഓയിൽ എന്ന് പറഞ്ഞിരിക്കുക. ടീസേഴ്സ് അറിയാലോ, നമ്മൾ കുട്ടി വീണു, നിറയെ മണ്ണും അഴുക്കും എന്തെങ്കിലുമൊക്കെ പറ്റിയിരിക്കും.
അപ്പൊ ചിലപ്പോ ചില കല്ലുകളൊക്കെ ആ വൂണ്ടിൽ ഇങ്ങനെ ചേർന്നിരിക്കും. പതുക്കെ നമ്മൾ കൈകൊണ്ട് എടുക്കാതെ ടീസേഴ്സ് കൊണ്ട് പതുക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇല പൊട്ടിയിരിക്കുവാണെങ്കിൽ ടീസേഴ്സ് വെച്ചിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബോറിക് ലിഡ്, അത് ഇപ്പോഴത്തെ ഫസ്റ്റ് എയ്ഡിൽ അങ്ങനെ കാണാറില്ല. അധികം യൂസ് ചെയ്യാറുണ്ട്. 19th സെഞ്ചുറിയിലൊക്കെയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഞാൻ മൂവീസിലൊക്കെ കണ്ടിരിക്കുന്നത് ഒരു കോട്ടൺ സ്ട്രിപ്പ് പോലെ ഉണ്ടാവും, കുറച്ച് കട്ടിയുള്ള ഒരു തുണി പോലെ. എന്നിട്ട് അത് എന്തെങ്കിലും ലോഷനിൽ മുക്കി നമുക്ക് പെയിനോ വൂണ്ടോ ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വെല്ലിംഗ് ഉള്ള ഭാഗത്ത് ഇങ്ങനെ ഒക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് ഈ ബോറിക് ലിഡ് എന്ന് പറയുന്നത്. അത് വൂണ്ട് ഡ്രസ്സിങ്ങിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സ്പിരിറ്റ് പോലെയാണോ മാം? ലോഷൻ അല്ല, ആ ഒരു ക്ലോത്ത് ആണ്. എന്തിലെങ്കിലും മുക്കിയിട്ട് അതുപോലെ ആന്റിസെപ്റ്റിക് ലോഷനിലോ ഒക്കെ മുക്കിയിട്ട് നമ്മളുടെ വൂണ്ടില് വയ്ക്കുന്നത്. ഇങ്ങനെ അത് പിഴിഞ്ഞ് മാറ്റുന്ന അങ്ങനത്തെ ഒരു ഇത്. നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാം ഒരു നെറ്റ് ടൈപ്പ് ക്ലോത്ത് ആണ് ഈ ഗോസ് എന്നൊക്കെ പറയുന്ന മാതിരി. അതുപോലെ അത് തിക്നെസ്സിലായിരിക്കും. അതിന്റെ ഉള്ളിൽ ചിലപ്പോൾ പഞ്ഞി കാണുമായിരിക്കും, തിക്നെസ്സിലായിരിക്കും അത്. എന്നിട്ട് ഇങ്ങനെ ലോഷനിൽ മുക്കിയിട്ട് വൂണ്ടോ സ്വെല്ലിങ്ങോ ഉള്ള ഭാഗത്ത് നല്ലപോലെ അമർത്തി ഇങ്ങനെ ചെയ്യുന്നത് കാണും. അതൊരു 19th സെഞ്ചുറിയിലൊക്കെ യൂസ് ചെയ്തിരുന്നൊരു ഡ്രസ്സിങ് മെത്തേഡാണ്. ഇപ്പൊ അങ്ങനെ വളരെ കുറവാണ് കാണുന്നത് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ആക്ച്വലി സ്പ്ലിന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇത് സ്പ്ലിന്റർ എന്നല്ല, സ്പ്ലിന്റർ ടൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്പ്ലിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്തെങ്കിലും ഷാർപ്പൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മളുടെ കാലിൽ കുത്തി തറയ്ക്കുന്ന ഗ്ലാസിന്റെ പീസോ മെറ്റലിന്റെ പീസോ അങ്ങനെ മുള്ളു പോലെയുള്ളതോ അങ്ങനെ ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ള സാധനങ്ങൾക്കാണ് സ്പ്ലിന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പ്ലിന്ററിനെ റിമൂവ് ചെയ്യാൻ പറ്റുക. സാധാരണ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാ, കാലിലേക്ക് നമുക്ക് എന്തെങ്കിലും തറഞ്ഞു കയറി എന്താ ചെയ്യാറ്, ആ ഭാഗത്തെ സ്കിൻ ഒന്ന് സ്ക്രാപ്പ് ചെയ്യും. കാരണം ഇതിന്റെ എഡ്ജ് പുറത്തേക്ക് കണ്ടിട്ട് സ്കിൻ പതുക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് എഡ്ജ് കാണുമ്പോൾ അത് ടീസറോ എന്തെങ്കിലും വെച്ചിട്ട് അതിനെ റിമൂവ് ചെയ്തെടുക്കും. സ്പ്ലിന്റർ ആക്ച്വലി ഷാർപ്പ് എഡ്ജ് നമ്മുടെ കയ്യിലൊക്കെ മുള്ളു കയറിയിട്ട് നമ്മൾ എടുക്കില്ല, അതുപോലെ ഒരു സ്മോൾ തിൻ ഷാർപ്പ്. അതിപ്പോ വുഡിന്റെ പീസ് ആകാം, ചിലപ്പോ ഈ തെങ്ങിന്റെ ഒക്കെ ആരൊക്കെ കയറാറില്ല, അങ്ങനെ വുഡിന്റെ പീസ് ആകാം, ഗ്ലാസിന്റെ പീസ് ആകാം, മെറ്റലിന്റെ പീസ് ആകാം. സ്പ്ലിന്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതാണ്, അങ്ങനെയുള്ള ഷാർപ്പ് പീസസ് ആണ്. അപ്പൊ നിങ്ങളുടെ സ്പ്ലിന്റർ ടൂൾന്ന് അങ്ങ് എഴുതി ചേർക്കുക. കാരണം നമുക്ക് ഇത് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ സ്പ്ലിന്റർ റിമൂവ് ചെയ്യാനുള്ള ഒരു ടൂൾ അതാണ് വേണ്ടത്. നെക്സ്റ്റ് സോൾട്ട്. ഉപ്പ് ചിലപ്പോൾ ആവശ്യം വരും. ചില സമയത്ത് നീര് വരുവാണെങ്കിൽ ഉപ്പ് വെക്കുകയോ അല്ലെങ്കിൽ പൊള്ളുന്ന സമയത്ത് ഉപ്പ് വെള്ളം ഇങ്ങനെ ഒഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും. പിന്നെ കാർബോളിക് ആസിഡ് എന്ന് പറയുന്നത് ഫിനോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജംസിന് ഒരു ആന്റിസെപ്റ്റിക് ലോഷൻ ഫിനോളാണ് കാർബോളിക് ആസിഡ് എന്ന് പറയുന്നത്. സോഡിയം ബൈകാർബണേറ്റ് നമ്മളുടെ ബേക്കിംഗ് സോഡയാണ്. അതും ഒരു എന്താ പറയാ ജംസിനെ കില്ല് ചെയ്യുന്ന ഒരു ആന്റിസെപ്റ്റിക് തന്നെയാണ്. പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം ബേക്കിംഗ് സോഡ. വിനീഗർ ഒരു എന്താ പറയാ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യും. പ്രത്യേകിച്ച് ഈ കടന്നല അങ്ങനെയുള്ളതിന്റെയൊക്കെ ഉള്ളുകൊള്ളില് അത് നമ്മൾ കുത്തുമ്പോ അതിന്റെ ഒരു സ്റ്റിക്ക് അകത്തിരിക്കില്ലേ നമ്മളുടെ ബോഡിയിൽ എവിടെയെങ്കിലും കുത്തുമ്പോൾ, അത് റിമൂവ് ചെയ്യാൻ നല്ലതാണ് വിനീഗർ എന്നാണ് പറയുന്നത്. നാച്ചുറൽ ആന്റിസെപ്റ്റിക് ആണ്. എന്തെങ്കിലും ആവശ്യത്തിന് സ്പൂൺ വെക്കാം. പിന്നെ ടിഞ്ചർ അല്ലെങ്കിൽ അയഡിൻ, അതൊരു ആന്റിസെപ്റ്റിക് ആണ്. സാധാരണ നമ്മൾ ഡെറ്റോളോ സാവ്ലോണോ ഒക്കെ സൂക്ഷിക്കും. അതുപോലെ അയഡിൻ ഒരു മിൽക്കി ലോഷനുണ്ട്, പാൽ പോലെയൊക്കെ ഇരിക്കും. ഭയങ്കര നേച്ചറാണ്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പണ്ട് ഹെൽത്ത് സെന്ററുകളിലൊക്കെ അയഡിൻ ആയിരുന്നു കൂടുതൽ യൂസ് ചെയ്യുന്നത്. ചെറിയ വൂൺസും കട്ടും ഒക്കെ വരുവാണെങ്കിൽ അയഡിൻ യൂസ് ചെയ്ത് അത് ക്ലീൻ ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ്. ഇതാണ്. പക്ഷെ നമ്മളുടെ ലിസ്റ്റിൽ എന്തൊക്കെയാണെന്ന് നമുക്കല്ലേ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ എന്തൊക്കെ വേണം എമർജൻസി ആയിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തെല്ലാം യൂസ് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ റിജോ ഒന്ന് സ്ക്രോൾ ചെയ്യണേ. ഈ ഡ്യൂട്ടീസ് ഓഫ് ദ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് എന്താ ശരിക്കും ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് അറ്റ് ദ ടൈമിൽ തന്നെ കൊടുക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിച്ചു നമ്മൾ പ്രോംപ്റ്റ് ആയിട്ട് നമ്മൾ റെസ്പോൺസ് ചെയ്യണം. അപ്പൊ നമ്മളുടെ മെന്റൽ ബാലൻസും അതിനനുസരിച്ച്
നമ്മൾ മെന്റലി നല്ല സ്ട്രോങ് ആയിരിക്കരുത്. കാണുമ്പോൾ നമ്മൾ ചോര കാണുമ്പോൾ നമ്മൾ തലറിഞ്ഞു വീടില്ല. പെട്ടെന്ന് ആ ഒരു സമയത്ത് എന്താണ് അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത്, ആ ഒരു അലേർട്ട്നെസ് നമ്മളിൽ ഉണ്ടാവണം. അപ്പൊ ഫസ്റ്റ് എയ്ഡ് ആ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ കൊടുക്കണം. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സിനകത്ത് എല്ലാ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസും ഉണ്ടായിരിക്കണം. ഈ കാണാൻ പറ്റുന്നില്ല, മാമിനെയും കാണാൻ പറ്റുന്നില്ല. ആണോ എല്ലാവർക്കും? ഇല്ല മാഡം കാണാം. ഇല്ല മാഡം കാണാൻ പറ്റും. ഇത് നമ്മുടെ PDF കാണാലോ. കാണാം മാം. ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാ അറിയാം മാം ഫോണേ. യെസ്, ഫോണിന്നാണെങ്കിൽ അല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടെ. സൗമ്യ പോയോ? മാം പിൻ ചെയ്താൽ മതി, അപ്പൊ കാണാൻ പറ്റും. പിൻ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ് എല്ലാം അതിലുണ്ടായിരിക്കണം. പിന്നെ പേഷ്യന്റ് എന്താണോ ഇഷ്യൂ അത് മാറ്റി, അതായത് ഇപ്പൊ ഇഞ്ചുറി ആണെങ്കിൽ ആ സ്റ്റാറ്റസിൽ നിന്ന് അതിനെ മാറ്റുക, പേഷ്യന്റിനെ കുറച്ച് കംഫർട്ടബിൾ ആക്കുക. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ് ഒന്ന് കൺട്രോൾ ചെയ്യുക. പിന്നെ പേഷ്യന്റിന്റെ റെസ്പിറേഷൻ, ബ്രീത്തിങ്, പേഷ്യന്റ് ചിലപ്പോ ഒന്ന് പാനിക് ആയി പോവുമല്ലോ, സംഭവിക്കുമ്പോഴേക്കും ഒന്ന് പേടിച്ചു, അപ്പൊ റെസ്പിറേഷൻ ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ റെസ്പിറേഷൻ ലോ ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ്, കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കാനായിട്ട്. അപ്പൊ അതൊക്കെ ഒരു ചെറിയ ട്രെയിനിങ് ഒക്കെ നമ്മള് അതിന്റെ അറിവും ഒരു ട്രെയിനിങ് ഒക്കെ നമുക്ക് കിട്ടിയിരിക്കണം. പിന്നെ ആ ഇഞ്ചുറി ഒന്ന് കവർ ചെയ്യുക, വോണ്ട് ഒന്ന് കവർ ചെയ്യുക, പൊടിയും ഡസ്റ്റ് അഴുക്കും മറ്റേ അണുക്കളും. എഴുതിയെടുക്കണോ മാം? ഈ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടില്ലേ? നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഞാനൊരു PDF അയച്ചു തരും നാളെ. അത് ശരിക്കും ആക്ച്വലി നമ്മുടെ യൂണിറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത് അതാണ്. പക്ഷെ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ഫിസിക്കലി ആയിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള ഫസ്റ്റ് എയ്ഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് മെന്റൽ ഫസ്റ്റ് എയ്ഡ് ആണ്, സൈക്കോളജിക്കൽ. പക്ഷെ ഇതും അറിയണമല്ലോ, അതുകൊണ്ടാണ് എടുക്കുന്നത്. പിന്നെ പേഷ്യന്റ് ടെമ്പറേച്ചർ ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ വല്ലാണ്ട് അങ്ങ് ഫ്രീസ് ആയി പോകും, തണുത്തു പോകും. അപ്പൊ അതൊക്കെ ചിലത് കണ്ടിട്ടില്ലേ, കൈയും കാലും ഒക്കെ ഇങ്ങനെ തിരുമ്മി കൊടുക്കുന്നത്. ആ ഒരു ബോഡിയുടെ നോർമൽ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാൻ. കാരണം പാനിക് ആയി ഷോക്ക് ആകുമ്പോഴേക്കും അവർ പെട്ടെന്ന് പേടിച്ചു, ആകെ തണുത്ത് ബ്ലഡ് സർക്കുലേഷൻ ശരിയാകാതെ വരും. അപ്പോഴാണ് ബോഡി അങ്ങ് ഐസായി പോകുന്നത്. നെക്സ്റ്റ്, ഏതെല്ലാം സിറ്റുവേഷനിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ്. എന്തെല്ലാം പ്രശ്നങ്ങൾ വരാം, തലകറങ്ങി വീഴാം, മുറിവുണ്ടാകാം, വോമിറ്റ് ചെയ്യാം, അല്ലെ, അങ്ങനെ പല പല ഇഷ്യൂസ് വരാം. അപ്പൊ ഏതെല്ലാം സിറ്റുവേഷനിലാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്, അതാണ് നെക്സ്റ്റ്. ഫസ്റ്റ് വൺ, ഫെയിന്റിങ്. ഫെയിന്റിങ് എന്ന് പറഞ്ഞാൽ തല ബ്രെയിനിലേക്ക് ഇനഫ് ബ്ലഡ് അത് വരാതെ വരും, ഹാർട്ടും ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാതെ വരും. അപ്പോഴാണ് ആളുകൾ ഇങ്ങനെ തല കറങ്ങി വീഴുന്നത്. ചില സമയത്ത് സിവിയർ പെയിൻ, അതായത് ചിലപ്പോൾ ഒരു മുറിവ് വരുമ്പോഴേക്കും നല്ല പെയിൻ വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസം ആണല്ലേ, നമ്മൾ അങ്ങോട്ട് അൺകോൺഷ്യസ് ആയിട്ട് ഒരു വൂണ്ടൊക്കെ, ചിലപ്പോൾ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോഴേക്കും ആൾക്കാർക്ക് ബോധം ഉണ്ടാവില്ലല്ലോ. അപ്പൊ സിവിയർ പെയിനും ഇഞ്ചുറി ഒക്കെ ആകുമ്പോൾ നമ്മള് തല കറങ്ങി വീഴുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ. നെക്സ്റ്റ്, പലപ്പോഴും ഫേസ് അങ്ങ് ഭയങ്കര വിളറി ഒരുമാതിരിയാകും. പിന്നെ ബ്രീത്തിങ് ഇങ്ങനെ താന്നു പോകും, ഒരു ഡിസ്പിനിയ, അതായത് ബ്രീത്തിങ് അബ്നോർമൽ ആകും, ലോ ആകും, ഭയങ്കര ഡള്ളാകും. അതൊക്കെയാണ് തലകറങ്ങുന്ന സമയത്ത്. നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം? അവർക്ക് ഫ്രഷ് എയർ, അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് ലൂസൺ ചെയ്യണം, അല്ലെ, ടൈറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇതൊന്ന് പതുക്കെ സ്ട്രോൾ ചെയ്തോളൂ കേട്ടോ. അപ്പൊ കാറ്റ് കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുവാണെങ്കിൽ ആളുകളെ മാറ്റാറുണ്ടല്ലോ. പിന്നെ ഫേസിന് തണുത്ത വെള്ളം ഒഴിച്ചു നോക്കും. ചില സമയത്ത് ചിലപ്പോൾ അവർ പെട്ടെന്ന് തന്നെ കോൺഷ്യസ് ആവും. അങ്ങനെയാവുമ്പോൾ ചാരിയെ കെട്ടി വെള്ളമൊക്കെ കുടിപ്പിച്ച് എല്ലാം ഒന്ന് നോർമലാക്കി കംഫർട്ടബിൾ ആക്കാം. അതേസമയം കോൺഷ്യസിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ പേഷ്യൻസ് ഷുഡ് ബി ലൈ വിത്ത് ഫീറ്റ് റേസ്ഡ് ഹയർ ദാൻ ദി ഹിപ്പ്, കാല് പൊക്കി വെച്ച് കിടക്കാനായിട്ട് പറയും. കാരണം ബ്രെയിനിലേക്ക് ബ്ലഡ് ഫ്ലോ, പെട്ടെന്ന് തന്നെ ബ്ലഡ് ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ക്ലോത്ത് ഷുഡ് ബി യൂസ് അതൊക്കെ പറയും. ഓക്കെ, ഇതൊക്കെയാണ് തലകറങ്ങും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. തലകറങ്ങുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇനി പേഷ്യന്റ് തലകറങ്ങി വീഴുന്ന സമയത്ത് ആ വീഴ്ചയിൽ എന്തെങ്കിലും വൂണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം.
റിജു ഒന്ന് സ്ക്രോൾ ചെയ്യണേ. നെക്സ്റ്റ് ബ്ലീഡിങ്. ചില സമയത്ത് ബ്ലീഡിങ് സംഭവിക്കാം, ഏതെങ്കിലും രീതിയിൽ മുറിവുകൾ സംഭവിക്കാം. അപ്പം അപ്പോഴാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അത് നമ്മുടെ ആർട്ടറി അല്ലെങ്കിൽ വെയിനിലൊക്കെ ആയിരിക്കും ബ്ലീഡിങ് സംഭവിക്കുന്നത്. കാപ്പിലറിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 3 രീതിയിലുള്ള വെയിൻസ് ഉണ്ട്. ലോ, പിന്നെ മീഡിയം, ഹൈ. ആ ഒരു കാപ്പിലറി ആണ് ലോയില് വരുന്നത്. പിന്നെ ആർട്ടറിയും വെയിനും വരും. ഹാർട്ടിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ നടത്തുന്നതാണ് ആർട്ടറി ബ്ലീഡിങ്. അപ്പൊ കാപ്പിലറിയിലൊക്കെ ആവുമ്പോൾ ഒരു അത്ര സീരിയസ് ആയിട്ടുള്ള ബ്ലീഡിങ് ആയിരിക്കില്ല. ചിലർക്ക് ബ്ലഡ് നിൽക്കില്ല, ചിലർക്ക് ബ്ലഡ് ഭയങ്കരമായിട്ട് ബ്ലീഡിങ്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവരെ അതിനനുസരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ഫസ്റ്റ് എയ്ഡ് കൊടുത്ത്. നമ്മൾ മുറിവ് പറ്റുമ്പോ എന്താ, ഇപ്പൊ കയ്യിലൊക്കെ മുറിവ് പറ്റിയാൽ നമ്മളോട് പറയാറില്ലേ കൈ തലക്കി പൊക്കി പിടിക്കണം എന്നൊക്കെ പറയാറില്ലേ. അങ്ങനെ നമ്മുടെ പൊസിഷനിലേക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോഡി പാർട്ടിലാണ് മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് അതിനെ പൊക്കി വെക്കുക. മാം മൂക്കിന്ന് ചോര വരാ അങ്ങനെയൊക്കെ ഉള്ളപ്പോ അല്ലേ തല റേസ് ചെയ്ത് വെക്കണം. പിന്നെ അവിടുത്തെ സ്കിൻ വല്ലതും മാറിയിട്ടുണ്ടെങ്കിൽ ആ സ്കിന്നൊന്ന് റീഅഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ കോൾഡ് വാട്ടർ വെച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യണം, വാഷ് ചെയ്യണം. അതുപോലെ ആന്റിസെപ്റ്റിക് ലോഷൻ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് ബാൻഡേജ് ചെയ്ത് നല്ല രീതിയിൽ ബാൻഡേജ് ചെയ്യണം. പിന്നെ ഹെവി ബ്ലീഡിങ് ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചെറിയ ബ്ലീഡിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത് മതിയാണ്. ബ്ലീഡിങ് നിൽക്കുന്നവരെ ചിലര് ബ്ലീഡിങ് നിൽക്കാതെ വരുമ്പോൾ വെള്ളത്തിന്റെ താഴെ കാണിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഒന്ന് സ്ക്രോൾ ചെയ്യൂ. നെക്സ്റ്റ് സ്നേക്ക് ബൈറ്റിംഗ് ആണ്. ഇപ്പൊ ഇത്രയും പറഞ്ഞില്ലേ, ബ്ലീഡിങ്, ഫെയിന്റിങ്. നിങ്ങൾക്ക് ലൈഫ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്? എനിക്കുണ്ട് മാം. പറയൂ ഷെയർ ചെയ്യൂ. അതെ, ചിറ്റക്ക് വയ്യാണ്ടാവും, ക്യാൻസർ ആയിരുന്നു. അപ്പോ വയറ്റിലായിരുന്നു ക്യാൻസറേ. അപ്പോ ഇങ്ങനെ ലിക്വിഡ് എടുത്ത് കളയില്ലേ, അതിന് വേണ്ടിട്ട് ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയതാണ്. ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയപ്പോ വലിയ ധൈര്യം വിചാരിച്ച് അതിന്റെ ഉള്ളിൽ കയറി ഇത് എടുക്കണ കാണാൻ വേണ്ടി നിന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോ തലകറങ്ങി വീണ് അവിടുത്തെ സൈഡില് മറ്റേ ഇതുണ്ടായിരുന്നു, അതിൽ തലയിടിച്ച് വീണ് തലയില് നെറ്റിയില് 7 സ്റ്റിച്ച്. അതൊരു എക്സ്പീരിയൻസ് അല്ലേ. നെക്സ്റ്റ് റിജു സ്ക്രോൾ ചെയ്യണം. മാം എനിക്കുണ്ടായിരുന്നു ഒരു ഇൻസിഡന്റ് കേട്ടോ. അതായത് എന്റെ ഹസ്ബൻഡ് ഈ അടുത്തുണ്ടായതാണ്. അതായത് ആള് പെട്ടെന്ന് BP ഷൂട്ടപ്പ് ചെയ്തിട്ട് മൂക്കിന്ന് ബ്ലഡ് വന്നു. ഞങ്ങൾ ശരിക്കും അതൊരു ആയുർവേദ ട്രീറ്റ്മെന്റ് ഇടയിലായിരുന്നു. അപ്പൊ ഈ ചൂട് കൂടിയിട്ടാണെന്നാണ് അവിടെ ചെന്നപ്പോ പറഞ്ഞത്. പക്ഷെ ബ്ലഡ് വന്നിട്ട് നിൽക്കണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ തൊട്ടടുത്ത് അപ്പോഴാണ് കറുകുറ്റി. അപ്പൊ ഞങ്ങൾ അവിടെ കാണിച്ചിട്ട് അവര് അപ്പൊ അവിടെ ചെന്ന എപ്പോഴും ഉണ്ടായിരുന്നു ഈ ബ്ലീഡിങ്. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ട്രീറ്റ്മെന്റിൽ മാറി. പക്ഷെ ഇപ്പോഴും എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് അവർക്കൊരു അറിവില്ല. അവര് പറഞ്ഞത് BP ഷൂട്ടപ്പ് ചെയ്തിട്ട് വന്നാ പറഞ്ഞത്. പിന്നെ ആള് കോൺഷ്യസ് ആയതുകൊണ്ട് സ്കാനിങ്ങിലേക്ക് കടന്നില്ല. സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തോന്നി. പക്ഷെ അവര് ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും അതിന്റെ റീസൺ കറക്റ്റ് ആയിട്ട് അറിയില്ല. ഒരു നോർമൽ സിറ്റുവേഷനിൽ പെട്ടെന്ന് BP ഷൂട്ടപ്പ് ചെയ്തതും. അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഈ അടുത്ത്. ചൂടിന്റെ ആയിരിക്കാമെന്ന് പലരും പറഞ്ഞു നമ്മുടെ അടുത്ത്. ആദ്യമായിട്ടുണ്ടായത് അല്ലേ? ഇത് ഫസ്റ്റ് ടൈം. ഓൾറെഡി BP ഉള്ള കൂട്ടത്തിലാണ് കുറച്ച്, പക്ഷെ മെഡിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ BPക്കുള്ള മെഡിസിനുകൾ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ടൈമില്. അങ്ങനെ ഇപ്പൊ കുഴപ്പമില്ല, ആൾ നോർമൽ ആയിട്ടുണ്ട്. നമ്മള് ഈ കുട്ടികൾക്ക് ഈ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ ഫിക്സ് ഒക്കെ ഫീവർ വരുമ്പോ ഉണ്ടാവുന്നു പറഞ്ഞില്ലേ നമ്മളെ ഡിസീസ്, അതിനെന്താ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മള് എന്താ കൺവെൻഷനലി ആൾക്കാർ ചെയ്യുന്ന മെത്തേഡ് ഒന്നും അതിന്റെ ഒരു കാര്യമല്ല. ശരിക്കും അത് എന്താ പറയാ, അവര് നാക്ക് കടിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം എന്ന് മാത്രം നോക്കിയാൽ മതി. പിന്നെ അവരെ ബലം പിടിപ്പിക്കുകയോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത്. അവര് കുറച്ച് കഴിയുമ്പോൾ അവര് തന്നെ റിലാക്സ് ആവുമല്ലോ. അത്ര അധികം ടൈം നിൽക്കാറില്ലല്ലോ. അല്ല, എന്റെ മോന് ആദ്യത്തെ ഒരു പ്രാവശ്യം വന്നത് ഭയങ്കര ഇതായി പോയി. എനിക്കപ്പോ എന്ത് ചെയ്യണോന്ന് അറിയണ്ടായില്ല. ഞാനപ്പോ വായിൽ കൈയിട്ട് അപ്പൊ അത വരുന്നതൊക്കെ കളഞ്ഞു. പിന്നെ മൂക്കിൽ കൂടെ വായിൽ കൂടെ ഓക്സിജൻ കൊടുത്തു. കുട്ടിയെ തട്ടി വിളിച്ചു. കണ്ണൊക്കെ മലന്നു പോവും.
അപ്പൊ തട്ടി വിളിച്ചു നോർമലിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പനി പെട്ടെന്ന് കുറഞ്ഞ് ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഫിക്സിന്റെ മരുന്നും ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ അത് കുറഞ്ഞത്. പനി ഉണ്ടായിരുന്നോ കുട്ടിക്ക്? ആ പനി ഹൈ ഫീവർ ആയിരുന്നു. ഹൈ ഫീവറിൽ ഫിറ്റ്സ് വരാം. ആ അപ്പൊ അത് വന്നപ്പോ ഞാൻ ഫസ്റ്റ് എയ്ഡ് എന്താന്ന് അറിയില്ല, പക്ഷെ കൈയൊക്കെ ഇട്ട് ആ വായിൽ വരണം എന്ന് പറയുമ്പോ അതൊക്കെ കളഞ്ഞ് ഓക്സിജൻ കൊടുത്ത് ഇതൊക്കെ ആക്കി കൈ നന്നായി ചൂടാക്കി കൊടുത്തപ്പോ ഒരു നോർമൽ ഇതിലേക്ക് വന്നു. കണ്ണൊക്കെ ഇങ്ങനെ മലന്ന് പോയായിരുന്നു. അതിങ്ങനെ തട്ടി വിളിച്ച് ഇതൊക്കെ ആക്കി ഒന്ന് തടവി തണുപ്പിച്ചപ്പോ ഇത്തിരി ശരിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ എത്തി ഇഞ്ചക്ഷൻ എടുത്തപ്പോ ക്ലിയർ ആയേ. അതിനെന്താ പ്രോപ്പർ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാൻ അറിയാത്തതുകൊണ്ട്. എന്റെ ബ്രദറിന് ചെറുപ്പത്തില് ഇതുപോലെ ഫിക്സ് വരുമായിരുന്നു, പനി ഹൈ ഫീവർ ആയിട്ട്. നമ്മൾ പനി ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, കുട്ടിക്ക് ഫിക്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പനി വരുമ്പോ തന്നെ ആ കുട്ടിക്ക് നനച്ചിട്ട് കൊടുക്കണം. നോർമൽ വാട്ടറിൽ തലക്ക് തന്നെ നല്ലോണം തല ശരിക്കും തണുപ്പിക്കണം കൊച്ചിന്. അപ്പൊ ആ പനി കുറഞ്ഞോളൂ. അപ്പൊ തലയിലോട്ട് നമ്മൾ ഫിക്സ് ആദ്യം ഏൽക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ തല എപ്പോഴും തണുത്തിരിക്കും. തല പിന്നെ കാല് കൈയിന്റെ ഉള്ളിൽ കാലിന്റെ അടിയൊക്കെ നമ്മൾ എപ്പോഴും തുടച്ച് തന്നെ കൊടുത്തോണ്ടിരിക്കണം കൊച്ചിന്. അപ്പൊ ആ പനിയെ നോർമൽ, ആ ഫിക്സ് അങ്ങനെ തലയിലോട്ട് അങ്ങനെ ഇതാവില്ല എന്ന് പറയുന്നു. എന്റെ ബ്രദറിനെ ഹലോ എന്റെ ബ്രദറിന് ചെറുപ്പത്തിൽ ഇതുപോലെ പനി ഹൈ ഫീവർ ആയിട്ട് ഫിക്സ് വന്നപ്പോ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോ അവര് കോൾഡ് വാട്ടർ കോട്ടൺ തുണിയിൽ വെച്ചിട്ട് മേല് ഫുള്ള് അവര് തണുത്ത വെള്ളം തടവി കൊടുക്കുക. അപ്പൊ പനി പെട്ടെന്ന് കുറയും, ഫിക്സ് കുറയും. സ്പോഞ്ച് ബാത്ത് എടുക്കാനാണ് അവർ പറയാറ് എപ്പോഴും. പനി വരാതെ നോക്കണം നമ്മൾ. കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അവരുടെ കൈയിന്റെ അടിയില് ഒടിയില് എല്ലാം നമ്മൾ നനച്ച് തുടച്ചുകൊണ്ടിരിക്കണം ഫുൾ ടൈം. പനി കുറയുന്നതനുസരിച്ച് വേഗം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയും വേണം. യെസ്, ഞാനത് എന്നിട്ട് അതിനുശേഷം പിന്നെ നല്ല ഹൈ ഫീവർ വരാതെ ഞാനത് വാട്ടറിൽ ഇങ്ങനെ തുണി, അത് കോൾഡ് വാട്ടർ അല്ല, ഇളം ചൂടുള്ള വെള്ളത്തിൽ ഞാൻ വാം വാട്ടറിൽ തുടച്ചു കൊടുത്തിരുന്നത്. കോൾഡ് വാട്ടർ വെക്കുമ്പോ അവന് കുത്തി നോവണ വേദന എന്ന് പറഞ്ഞിട്ട് വാം വാട്ടർ, ലുക്ക് വാം വാട്ടറിൽ ചെയ്ത് കൊടുത്തിരുന്നു. എന്നിട്ട് നോർമൽ വാട്ടർ മതി. നോർമൽ വാട്ടർ യൂസ് ചെയ്യേണ്ട, തണുത്ത വെള്ളമല്ല, നോർമൽ വാട്ടർ. നോർമൽ വാട്ടർ യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന മെഡിസിൻ ഉണ്ടല്ലോ, മെഫ്താല്, പനിക്ക് കൊടുക്കുന്ന സിറപ്പ് ഏതാണെങ്കിലും അതൊരു 5 ml. ആ ഇതിന്റെ ഡോസിന് ആ കുഞ്ഞിന് എത്രയാണോ ഡോസ് കൊടുക്കാറ് എത്രയും പെട്ടെന്ന് കൊടുക്കണേ നല്ലത്. എന്റെ മോന് വന്നിട്ടുണ്ട്. വെയിറ്റിനനുസരിച്ചാണ് മരുന്ന് കൊടുക്കുന്നത്. ആ വെയിറ്റിന് അവരുടെ അത് നമുക്ക് തരുമല്ലോ ഡോക്ടർ, ഇത്ര വെയിറ്റിനനുസരിച്ച് ഇത്ര മെഡിസിൻ കൊടുക്കാൻ. ആ രീതിയിൽ ആ മെഡിസിൻ കൊടുക്കണേ നല്ലത്. എന്റെ മോന് വന്നപ്പോ ഞാൻ അങ്ങനെയാ ചെയ്തത്. വേഗം മെഡിസിൻ കൊടുത്തു, അവന് തുടച്ചു കൊടുത്തിട്ട് പിന്നെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു ഞങ്ങൾ. ചെറുപ്പത്തിൽ ഫിക്സ് വരുന്നത് അത്ര അപകടമല്ല എന്നാണ് കേൾക്കുന്നത്. പ്രായമായി കഴിഞ്ഞ് വരുമ്പോഴാണ് അത് എന്തെങ്കിലും ബ്രെയിൻ റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂ എന്ന് പറയുന്നത്. എന്റെ ബ്രദറിന് ഒരു 30+ ആയപ്പോ ആദ്യമായിട്ട് ഫിക്സ് വന്നു. സ്കാൻ ചെയ്തപ്പോ ബ്രെയിൻ ട്യൂമർ ആയിരുന്നു, മരിച്ചു. അപ്പൊ അത് നമ്മുടെ ഏജ്, കാരണം ചെറുപ്പത്തിൽ ഉണ്ടായിട്ട് പിന്നെ പ്രായമായിട്ട് വരുമ്പോ അതൊരു ഇഷ്യൂ ഇല്ല. പക്ഷെ പിന്നെ ഹെറിഡിറ്ററി ആയിട്ട് വീട്ടിൽ ആർക്കെങ്കിലും നേരത്തെ ഉണ്ടോ അങ്ങനത്തെ ഹിസ്റ്ററി ഒന്നും നമുക്കില്ലായിരുന്നു. അങ്ങനെയാണ് ഒരു 30+ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ 36 എന്തോ ആയ സമയത്താണ് ഇത് സീസർ ഫിക്സ് ആദ്യമായിട്ട് വന്നത്. നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്കാൻ ചെയ്തപ്പോഴാണ് ഡയഗ്നോസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. ചെറുപ്പത്തിൽ കുട്ടികൾക്ക് വരുന്നത് അതൊരു പ്രശ്നം. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ഒരു പ്രോബ്ലം നടക്കുന്നത്. എനിക്ക് ഡെലിവറിയുടെ ടൈമിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് 5 വട്ടം ഫിക്സ് വന്നു. സി സെക്ഷൻ ആയിരുന്നു, പക്ഷെ എക്ലാംസിയ എന്ന് പറയുന്നിട്ടുള്ള ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നുപോയി. ഫസ്റ്റ് ബേബിയുടേത് 1.4 ഗ്രാമേ ഉള്ളായിരുന്നു കുഞ്ഞ്. 4 വട്ടമാണ് ഫിക്സ് വന്നത്. ഇത് അവൻ അന്ന് പറയുമായിരുന്നു, എനിക്കിത് വരാൻ പോവാന്ന് എനിക്കറിയാം, അപ്പൊ നിങ്ങൾ ആരും എന്നെ പിടിക്കരുത്, കുറച്ച് കഴിയുമ്പോ ഞാൻ നോർമൽ ആകും. എന്നെ അച്ഛൻ ഓടിച്ചെന്നിങ്ങനെ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് പിടിക്കുക, അങ്ങനെ ചെയ്യരുത്, എന്നെ റിലാക്സ് ചെയ്ത് വിടണം എന്നൊക്കെ അങ്ങനെ പറയും. കുട്ടികൾക്ക് അത് പറയാൻ അറിയില്ലല്ലോ. ഇവനറിയാം എനിക്കിത് വരാൻ പോവാണ് കേട്ടോ,
ഞാൻ കിടക്കാൻ പോവാണ് എന്നിങ്ങനെ നമ്മളോട് പറയും. നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം. നാക്ക് മാത്രം ഇങ്ങനെ കടിക്കാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. വേറെ പ്രശ്നങ്ങളൊന്നും. പിന്നെ ഡോക്ടർ എപ്പോഴും പറയുന്ന കുട്ടികൾക്ക് 24 മണിക്കൂറിനുള്ളിൽ പനി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 24 ഹവേഴ്സ് നോക്കുക. അത് സബ്സൈഡ് ആയില്ലെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. അല്ലാതെ വീട്ടില് മെഡിസിൻ കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കാൻ പാടില്ല. പിന്നെ ഫീഡ് ചെയ്യുന്ന കുട്ടികളെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം. അമ്മയ്ക്കും പനിയാണെങ്കിൽ ഫീഡ് ചെയ്യണം എന്നൊക്കെ തന്നെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഓക്കെ ഫൈൻ. അടുത്തത് എങ്ങനെയുണ്ട് മാം? എന്തോ ഇപ്പൊ ബ്രദറിന് എങ്ങനെയുണ്ട്? ബ്രദർ മരിച്ചിട്ട് 7 വർഷം. അവന്റെ ഡയഗ്നോസ് ചെയ്ത് 6 years അവൻ ജീവിച്ചിരുന്നു. ലാസ്റ്റ് 2 months കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയി പോയായിരുന്നു ലാസ്റ്റ് 2 months. അതുവരെ പിന്നെ സെൻസേഷൻ ഒക്കെ നഷ്ടപ്പെട്ടു. ലൈക്ക് ഭക്ഷണം കഴിക്കുവാണെന്നൊന്നും ആൾക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. പിന്നെ നോസ് ട്യൂബ് ഒക്കെ ഇടേണ്ട വന്നു ഫുഡ് കൊടുക്കാൻ. കാരണം നമ്മള് എത്ര വയസ്സായിരുന്നു? ഞാനും അവനും തമ്മിൽ 2.5 വയസ്സിന്റെ വ്യത്യാസമാണ്. ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 42 ആ ഒരു ഏജ് ആയനെ. 7 years കഴിഞ്ഞു. മാരീഡ് ആയിരുന്നു. ഒരു മോളുണ്ട്. മോളിപ്പം 7th ആയി. അവര് വേറെ കല്യാണം കഴിച്ചു. അതിലൊരു മോനുമുണ്ട്. ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഈ ഇഷ്യൂ അറിഞ്ഞ് ഇൻസിഡന്റ് അറിഞ്ഞ ആ കുട്ടിയുടെ കൂടെ പണ്ട് സ്കൂളില് സീനിയർ ആയിട്ട് പഠിച്ച അന്നൊരു ഇഷ്ടം ഉണ്ടായിരുന്നതായിരിക്കാം. അവര് വന്നു. അയാള് വന്നു, ഞാൻ കല്യാണം കഴിച്ചോളാം തോന്നുന്നു. ഹാപ്പിയായി. അപ്പൊ അങ്ങനെ പോകും. സോ നെക്സ്റ്റ് പലർക്കും പല എക്സ്പീരിയൻസ് പറയാനുണ്ടാവും. നമ്മളുടെ ഒരു ബാച്ചില് ആരോ ഇതിനെപ്പറ്റി പറഞ്ഞു, സ്നേക്ക് ബൈറ്റിംഗ്. റിജു ഒന്ന് സ്ക്രോൾ ചെയ്യണേ. കുറച്ചൊന്ന് താഴേക്കുണ്ട്. മീൻസ് പേജിന്റെ ആദ്യം വേണം. സ്നേക്ക് ബൈറ്റിംഗ് കാണുന്ന ആ ഭാഗം വേണം. കുറച്ചുകൂടെ ഒന്ന് കുറച്ചുകൂടെ. യെസ്. സ്നേക്ക് ബൈറ്റിംഗ് ആക്ച്വലി പല സ്നേക്കും പോയിസണസ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് കടിച്ചു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഷോക്കിലായി പോകും നമ്മൾ പെട്ടെന്ന് തന്നെ. അപ്പൊ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. നമ്മളുടെ ഫസ്റ്റ് ബാച്ചിൽ ഒരു കുട്ടി ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടായി. 7 വയസ്സുള്ളപ്പോ അച്ഛനും ഈ കുട്ടിയും കൂടെ ഒരു സന്ധ്യാസമയത്താന്ന് തോന്നുന്നു ചെറിയ നാട്ടുവഴികൾ ഉണ്ടാവുമല്ലോ, നടക്കുകയായിരുന്നു. അച്ഛന് മനസ്സിലായി എന്തോ അച്ഛനെ കടിച്ചു എന്ന്. ആ അച്ഛൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ വേഗം തന്നെ മകളെ അങ്ങ് എടുത്തു. കാരണം മകളെയും കടിക്കാതിരിക്കാനായിട്ട് ഈ കുട്ടിയെ അങ്ങ് എടുത്തിട്ട് ഓടി വേഗം വീട്ടിലേക്ക് എത്തി. പക്ഷെ അപ്പോഴേക്ക് അച്ഛൻ അങ്ങ് ഭയങ്കരമായിട്ട് കൊളാപ്സ്ഡ് ആയിരുന്നു. മരിച്ചുപോയി എന്നാ പറഞ്ഞത്. ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡെത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു. എപ്പോഴും അതിന് ഭയങ്കര ഒരു വിഷമാണ് ആ കുട്ടിക്ക്. നമ്മളുടെ മോണ്ടിസോറി തന്നെയുള്ള ഒരാളാണ്. അത് ചേരയൊന്നും പോയിസൺ ഇല്ലാന്ന് പറയും. പക്ഷെ നമുക്ക് എന്തായാലും കാണുമ്പോ പെട്ടെന്ന് നമ്മൾ പേടിച്ചു പോകും അല്ലേ. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. ബാൻഡേജ് യൂസ് ചെയ്യുന്നത് നല്ല ടൈറ്റ് ആയിരിക്കണം. ഈ പാമ്പ് കടിച്ചതിന് മുകളിലും താഴെയിട്ട് നല്ല പോലെ ടൈറ്റ് ചെയ്യണം എന്നാ പറയുന്നത്. പിന്നെ ആ ഇഞ്ചുറി എൻലാർജ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ പോയിസണസ് ആയിട്ടുള്ള ബ്ലഡ് പുറത്തേക്ക് കുറെ പോകണം. നമ്മള് ചില മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആൾക്കാർ കടിച്ചു തുപ്പുന്നത്. അതൊരു നല്ലൊരു രീതിയല്ല. ഷാർപ്പ് എഡ്ജ്ഡ് നൈഫ് വെച്ചിട്ട് അപ്പൊ ഇതൊക്കെ ചെയ്യാൻ നമുക്കിപ്പോ ഒരു മാം അത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവോ? ധൈര്യം ഉണ്ടാവില്ല. അതാണ് അതാ ഞാൻ പറയുന്നത്. വോണ്ട് വരുമോ, ഫെയിന്റ് ചെയ്യുമോ, അതൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇതൊക്കെ നമുക്ക് ഇച്ചിരി പ്രശ്നം തന്നെയായിരിക്കും. ഇത് അതുപോലെ ആ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കൊക്കെ പിന്നെയും പറ്റും. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ കൊണ്ടുപോകുമ്പോ പേഷ്യന്റ് ഉറങ്ങാതെ നോക്കണം എന്ന് പറഞ്ഞു. അവരിങ്ങനെ മയങ്ങി പോവും. ഉറങ്ങാതെ നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അടുത്തത് അവധിക്കാലങ്ങളിൽ ഏറ്റവും പ്രശ്നം സംഭവിക്കുന്നത് മുങ്ങി വരണം അല്ലെ, ഡ്രൗണിങ്. നല്ലപോലെ നമ്മളുടെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക, നമ്മളും പഠിക്കുക എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ എന്നാലും ഭയങ്കര ഒഴുക്കുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ചില പ്രത്യേക സിറ്റുവേഷനിൽ നീന്തല് നല്ലപോലെ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ അപകടം സംഭവിക്കും. ഫേസ് എപ്പോഴും ഡൗൺവേർഡ് ആയിട്ട് വെക്കണം, കാല് പൊക്കി വെക്കണം. കാരണം കേറിയ വെള്ളം മുഴുവനും ഒഴുകി പുറത്തേക്ക് പോകണം. നമ്മൾ വേസ്റ്റിന് നല്ലതുപോലെ നമ്മളുടെ 2 കൈയും വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം.
അരഭാഗം വേസ്റ്റിലായിട്ട് പ്രസ് ചെയ്യണം. എക്സസ് ആയിട്ടുള്ള വാട്ടർ പുറത്തേക്ക് വരും. പലപ്പോഴും ആ വാട്ടർ പുറത്തേക്ക് വരുമ്പോൾ തന്നെ പേഷ്യന്റ് പതുക്കെ ഒന്ന് ഷോക്ക് ചെയ്ത് പതുക്കെ ഒന്ന് കോൺഷ്യസ് ആയിട്ട് വരും. പിന്നെ വാം ടവല് വെച്ചിട്ട് അത്രയും തണുത്ത ബോഡിയിലെ നോർമൽ ടെമ്പറേച്ചർ ഒക്കെ മാറി ഫ്രീസ് ആയിട്ടുണ്ടാവും. വാം ടവല് വെച്ചിട്ട് ഡ്രൈ ചെയ്യുക. പിന്നെ കുടിക്കുക. ഹോട്ട് വാട്ടർ ബോട്ടിലോ ഒക്കെ വെച്ചിട്ട് ഡ്രൈ ചെയ്യുക. പിന്നെ ഹോട്ട് വാട്ടർ കൊടുക്കണം. കുടിക്കാനായിട്ട് ചെറു ചൂടുവെള്ളം കൊടുക്കണം. വെറ്റ് ക്ലോത്ത്സ് ഒക്കെ റിമൂവ് ചെയ്തിടണം, അല്ലെങ്കിൽ അത് ലൂസ് ആക്കി ഇടണം. അതാണ് ഈ മുങ്ങൽ ഇച്ചിരി പ്രശ്നം തന്നെയാണ്. ഇവൻ സ്വിമ്മിംഗ് പൂളിലൊക്കെ തന്നെ മുങ്ങി മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. കുഞ്ഞു കുട്ടികൾ ചിലപ്പോ പൂളിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അവരുടെ ഹൈറ്റിനേക്കാളും ലെവലിലായിരിക്കും ചിലപ്പോ കാണും. വെള്ളം കാണുമ്പോൾ ബക്കറ്റിന്റെ ഉള്ളില് വീണിട്ട് അതെ പിള്ളേര് അതെ കുറെ പേര് മരിച്ചിട്ടില്ലേ? നമ്മളുടെ പാട്ടുകാരി ചിത്രയുടെ മോള് ഇതുപോലെ സ്വിമ്മിംഗ് പൂളിൽ അങ്ങനെ എന്തോ അല്ലേ മരിച്ചത്. അപ്പൊ കുറെയൊക്കെ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുക ആ ഒരു സമയത്ത്. ഓക്കെ, അടുത്തത് കിച്ചണിൽ നിൽക്കുമ്പോ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. റിജോ ഒന്ന് സ്ക്രോൾ ചെയ്തോളൂ കേട്ടോ. ബേൺസ് ആൻഡ് സ്കാൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആവി കൊണ്ടുള്ള പൊള്ളലില്ലേ, അതാണ് സ്കാൽസ് എന്ന് പറയുന്നത്. ഹോട്ട് ലിക്വിഡ് അല്ലെങ്കിൽ ആവിയൊക്കെ കൊണ്ടുള്ള പൊള്ളൽ. അല്ലാതെ തീപ്പൊള്ളലിനൊക്കെ കോമൺ ആയിട്ട് ബേൺ എന്ന് പറയും. ഇന്നാളൊരു ന്യൂസ് ഉണ്ടായില്ലേ മാം, അംഗൻവാടിയിൽ എവിടെ പാല് തിളച്ചത് കൊടുത്ത് കൊച്ചിന്റെ മുഖത്ത് ഫുള്ളും തൊലി പോയി എന്ന് പറഞ്ഞ ന്യൂസ്. ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ചില ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ആയിരിക്കും. പിന്നെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര സെൻസിറ്റീവ് അല്ലേ, അപ്പൊ ചൂട് ചിലപ്പോൾ അതിനത്രയും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. തീ പൊള്ളേക്കാട്ടിലും ഭയങ്കര വേദന ഈ ആവിയിൽ പൊള്ളുമ്പോഴാണ്. അതെ അതെ, അമ്മമാർക്കൊക്കെ എപ്പോഴും പെട്ടെന്ന് ഈ ചോറ് ഇങ്ങനെ വാർക്കുമ്പോ ആ കഞ്ഞിവെള്ളവും ആവി കയ്യിലേക്ക് അടിക്കും. തന്നെ പൊള്ളി. എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് മാം. അതാണ് ചെറിയ രീതിയിലെങ്കിലും പൊള്ളാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. പൊള്ളല് പല രീതിയിൽ സംഭവിക്കാം. കുക്കറുമ്മലൊക്കെ ഇങ്ങനെ തട്ടി കഴിഞ്ഞാലൊക്കെ കുക്കർ തുറക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ആവിയൊക്കെ വരുമ്പോൾ ഭയങ്കര ഇതാണ്. ശരി. അതേസമയം മൺചട്ടിന്നൊന്നും നമുക്ക് അങ്ങനെ വലിയ പൊള്ളലൊന്നും വരില്ല. ഈ ചീനച്ചട്ടി അതാണ് ഭയങ്കരമായിട്ട് കൈ തട്ടുമ്പോ പറ്റുന്നത്. ഇതിന്റെ ഒക്കെ ആണെങ്കിലേ തീയിൽ നിന്നാകാം, മെറ്റൽ പീസിൽ നിന്നാകാം, കറണ്ട് ഷോക്ക് അടിച്ച് പൊള്ളൽ വരുമല്ലോ, കറണ്ടിൽ നിന്നും വരാം. ചിലപ്പോൾ ബോയിൽഡ് വാട്ടർ ചെയ്യുന്ന മിൽക്ക്, പാലിന്റെ കാര്യം പറഞ്ഞില്ലേ, അതെല്ലാം സ്കാൽസ് ആണ്. ഹോട്ട് ലിക്വിഡ് സ്റ്റീം അതിൽ നിന്നുള്ള പൊള്ളലിനെ സ്കാൽസ് എന്ന് പറയും. ബേൺസ് ഇതുപോലെ ഫയർ ചെയ്യുന്നോ പീസ് ഓഫ് മെറ്റൽ കറണ്ടിൽ നിന്നുള്ള അതെല്ലാം ബേൺസ്. ക്ലീൻ വാട്ടർ വെച്ചിട്ട് അതൊന്ന് സാച്ചുറേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഈ ഹോസ്പിറ്റലുകളിലുള്ളവർ പറയും ഏറ്റവും ബുദ്ധിമുട്ട് പൊള്ളലായിട്ട് സെക്യൂർഡ് ആയിട്ട് പേഷ്യന്റിനെ വെച്ചിട്ടില്ലേ ആ ഭാഗത്തേക്ക് പോവാന്നുള്ളതാണ്. അത്രയ്ക്ക് പെയിൻഫുൾ ആയിരിക്കും അവര് അനുഭവിക്കുന്നത്. സ്കിന്നൊക്കെ കരിഞ്ഞതിന്റെ ഇതൊക്കെ ഒരു വല്ലാത്ത സ്മെല്ലും ആയിരിക്കും ഹോസ്പിറ്റൽ സ്റ്റാഫ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലര് ഈ സൂയിസൈഡിന്റെ മെത്തേഡ് സ്വീകരിക്കുന്നത് എന്തിനാ പൊള്ളൽ സ്വീകരിക്കുന്നതെന്നൊക്കെ അവര് തന്നെ പറയണേക്കാം. കാരണം അത്രയ്ക്ക് പെയിൻ ആയിരിക്കും. 80% ഒക്കെ പൊള്ളിയിട്ട് കുറെ അനുഭവിച്ചിട്ടായിരിക്കും അവർ ഡെത്ത് ഫേസ് ചെയ്യുന്നത്. പിന്നെ ആസിഡ് വെച്ചിട്ട് അങ്ങനെ പൊള്ളിക്കുന്നില്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ വയലൻസ്. ഈ ഞങ്ങളുടെ വീടിനടുത്തൊരു ചേച്ചിക്ക് ഇതുപോലെ പൊള്ളലേറ്റായിരുന്നു കിച്ചണിന്ന്. തീ പടർന്നു പിടിച്ചത്. ജോലിയാണ്. ഇല്ല, എന്റെ മോളുടെയും കൂടെ കാര്യം ഒന്ന് പറഞ്ഞേക്കാലെന്ന് വെച്ചാൽ എന്റെ മോർണിംഗ് സ്റ്റീമർ വേപ്പറൈസർ മോളിങ്ങനെ നമ്മള് ഷീറ്റ് പുതച്ചിട്ട് ചെയ്തു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ചൂട് കൂടിയപ്പോ മോളിങ്ങനെ ഷീറ്റ് പൊക്കിയപ്പോ നേരെ കാലിലേക്കാണ് ആ സ്റ്റീമർ വന്നത്. നമ്മള് ശരിക്കും നമ്മുടെ തീപ്പൊള്ളൽ അയക്കണേക്കാളും ഭയങ്കര ഇഷ്യൂ ആണ് ഈ സ്റ്റീം എന്ന് പറയണത്. ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ വേനൽക്കാലത്ത് എല്ലാരും കരിയില കൂട്ടിയിട്ട് കത്തിക്കില്ല, അങ്ങനെ പെട്ടെന്ന് തീ പടർന്ന് ഭയങ്കര ഉണങ്ങിക്കിടക്കണതായിരിക്കില്ല, അങ്ങനെയും സംഭവിക്കാറുണ്ടോ? ഡ്രസ്സിലേക്ക് അമ്മമാര് പ്രത്യേകിച്ച് ഈ ലൂസ് ഡ്രസ്സൊക്കെ ഇട്ട് ചെന്നിങ്ങനെ അടിച്ചു കൂട്ടി കത്തിക്കുമ്പോ പെട്ടെന്ന് ചൂട് കൊണ്ട് ഇതിങ്ങനെ പറക്കും ഈ ഇല ചില സമയത്ത്. ശ്രദ്ധിക്കേണ്ടത്.
മാം നമ്മുടെ നാട്ടിലൊരു ചെറിയ കുട്ടി അങ്ങനെ മരിക്കണ്ടായിരുന്നു. ഒരു 7 വയസ്സുള്ള മോള് ഇതേപോലെ റബ്ബറിന്റെ തോട്ടമില്ലേ, അതിന്റെ ഉള്ള റബ്ബറിന്റെ കരിയില കൂട്ടിയിട്ട് ഇതേപോലെ തീ കൊടുത്തതാ ഉച്ചയ്ക്ക്. ഒറ്റപ്പാളന്നെ ഒരു 70% പുള്ളി ഹോസ്പിറ്റലിൽ പോയി 2 ദിവസം കൊണ്ടാണ് മരിച്ചു. എന്തോ ഒരു പെയിൻ ഉണ്ടാവും. ഞാനത് ആലോചിക്കണം. ഇപ്പൊ മുറിവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല സെഡേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വേദനയെ കുറിച്ച് കുറച്ചു നേരമെങ്കിലും ആശ്വാസം ഉണ്ടാവും. ഇത് എന്തെന്ന് പറഞ്ഞാൽ കൊടുക്കുക അല്ലേ? ആ ഭാഗം മരവിപ്പിക്കാം മുറിവിന്. ഇത് എവിടെ മരവിപ്പിക്കാനാ? എല്ലാ ഭാഗവും ഇങ്ങനെ ഇതായിട്ടാണ്. പേഷ്യന്റ് ഭയങ്കരമായിട്ട് കൊളാപ്സ്ഡ് ആവുകയാണെങ്കിൽ പതുക്കെ സെൻസിലേക്ക് കൊണ്ടുവരണം. പിന്നെ ആന്റിസെപ്റ്റിക് ഓയിൻമെന്റ്, ഇതൊക്കെ സാധാരണ പൊള്ളലിന് പറയണതാ. ഭയങ്കര കൂടുതലായാൽ നമ്മൾക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ മാറില്ല. 80% പറയണ പോലെ അത്രയും സിവിയർ പൊള്ളലായ അവര് പിന്നെ സർവൈവ് ചെയ്യില്ല, മിക്കവാറും മരണം തന്നെയായിരിക്കും. കോക്കനട്ട് ഓയിലും ക്ലീൻ വാട്ടറും ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നു സ്ലൈറ്റ് ആയിട്ടുള്ള ബേണിങ്സ്. ബേൺ സീരിയസ് ആണെങ്കിൽ മെഡിക്കൽ കെയർ വേണ്ടി വരും. ചിലരുടെ എല്ലൊക്കെ പുറത്തേക്ക് വരട്ടെ എന്തോ പേസ്റ്റ് പെട്ടെന്ന് പറ്റുന്നത് കണ്ടിട്ടുണ്ടല്ലോ അതെ കുട്ടികളിലൊക്കെ. അത് നമ്മള് തുടക്കത്തിലേ നമ്മൾ പറഞ്ഞിട്ട് പോയിരുന്നു. പേസ്റ്റ് ശരിയാ, പേസ്റ്റ് വരട്ടും. ഈ എന്റെ ഒരു ചിലര് മുട്ടയുടെ വൈറ്റ് തേക്കാറുണ്ട്. ചാർവാഴ വളരെ നല്ലതാണ്. ഹലോ ആ ടീച്ചറെ, മറ്റേ പേസ്റ്റ് വെക്കുന്ന കാര്യം പറഞ്ഞല്ലേ, അത് പേസ്റ്റ് കെമിക്കലാണ്, അതൊരിക്കലും ചെയ്യരുതെന്നാണ് ഒരു ഡോക്ടർ പറഞ്ഞത്. പക്ഷെ നമ്മുടെ അവിടുത്തെ സ്കിന്ന് പെട്ടെന്ന് ഇതായിരിക്കുവാണല്ലോ, സോഫ്റ്റ് ആവുകയാണ്. അപ്പൊ ശരിക്കും നോർമൽ വാട്ടറിൽ തന്നെ കഴുകുക എന്നാ പറയുന്നത്. നോർമൽ വാട്ടർ ഒഴിക്കുക, അതല്ലാതെ വേറെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല. മാം എൻ്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മദർ ഇതുപോലെ പൊള്ളി കൊണ്ടുപോയിട്ട് പുള്ളിക്കാരത്തി പറയാതിരുന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അപ്പം ആകെ മൊത്തത്തിൽ പൊള്ളിയായി, ആകെ ഇടങ്ങേറായിപ്പോയി. അങ്ങനെ കഞ്ഞി വടിച്ചതാണ്, ചോറ് വടിച്ചിട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തെറിച്ച് മൊത്തത്തിൽ വയറ്റിലോട്ടാണ് വീണത്. വീണ് കഴിഞ്ഞിട്ട് ആദ്യം വെള്ളം വെച്ചൊക്കെ കഴുകിയെങ്കിലും ചോറൊക്കെ അവിടെ അങ്ങനെ പറ്റി പിടിച്ചിരുന്ന കാരണം ഭയങ്കര ഇതായിപ്പോയി. എന്നിട്ട് എന്തോ ഓയിൽമെന്റ് എന്തൊക്കെ തേച്ചു, ഞാൻ അറിഞ്ഞിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ആരടുത്തും പറയാതെ വെച്ചോണ്ടിരുന്നു. അത് എന്നിട്ട് ഹോസ്പിറ്റലിൽ ഞാൻ 2 ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ആകെ ഒരു സിറ്റുവേഷൻ ആകെ മാറി. അപ്പൊ ഡോക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പിന്നെ അത് പൊട്ടിച്ച് അവര് ഒക്കെ ചെയ്ത് ഓയിൽമെന്റ് അവര് എല്ലാം അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഡോക്ടർ ഫസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പൊള്ളി എന്ത് പൊള്ളിലായാലും നമ്മൾ ഉടനെ തന്നെ പൈപ്പ് തുറന്നിട്ട് ഉടനെ തന്നെ അത് കഴുകുക. അപ്പൊ തണുപ്പ് നല്ലോണം ആയിക്കുമല്ലോ. അത് നല്ലതാണെന്നാ പറഞ്ഞത്. നമ്മുടെ സ്റ്റെപ്സിലും അതാ പറയുന്നത്, ആ ബേൺ ചെയ്ത ഭാഗം നല്ല ക്ലീൻ വാട്ടർ കൊണ്ട് നല്ലപോലെ കഴുകുക, വെള്ളം അതിലേക്ക് ഇങ്ങനെ നല്ലപോലെ ഒഴിക്കുക എന്നാ പറയുന്നത്. കഞ്ഞിവെള്ളമൊക്കെ ഭയങ്കര ചൂടാ നമ്മള് കയ്യിലേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ. സീരിയസ് ആണെങ്കിൽ മെഡിക്കൽ കെയർ തന്നെ വേണം. ഇതുപോലെ പൊള്ളലിനുള്ള മരുന്ന് നമ്മൾ സൂക്ഷിക്കുവാണെങ്കിൽ കിച്ചണെന്നാണ് സാധാരണ ലേഡീസിന് പറ്റാറ്. കുട്ടികൾക്കും വരാം, അവരുടെ തീരെ കളിക്കുകയല്ലോ ഒക്കെ ചെയ്യുവാണെങ്കിൽ, ഈ പറയുന്ന വിളക്കിലൊക്കെ പോയി പിടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൗതുകം ഉണ്ടാവും. അപ്പൊ ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആൾക്ക്, ഇതുപോലെ ഫിസിക്കലായിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആളിന് എങ്ങനെയായിരിക്കണം, അയാള് എങ്ങനെ റിയാക്ട് ചെയ്യണം? ആള് ഫസ്റ്റ് റിലാക്സ്ഡ് ആയിരിക്കണം. അലേർട്ട് ആയിരിക്കണം. ആ ഒരു പ്രോംപ്റ്റ് ആയിട്ട്, ചിലർ കണ്ടിട്ടില്ലേ, പ്രോംപ്റ്റ് ആയിട്ട് അവർ ആ സിറ്റുവേഷനിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ചില ആൾക്കാരെ കാണാം അല്ലെ. വളരെ കെയർഫുൾ ആയിരിക്കണം. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ആ ടെമ്പററി ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ തന്നെ പേഷ്യന്റിന് കൊടുക്കണം. പിന്നെ കുറച്ച് ഒരു ക്വാളിറ്റീസ് വേണമെന്ന് പറയുന്നുണ്ട്. അതായത് കമ്പാഷൻ, സ്നേഹം, പിന്നെ ജെന്റിൽനെസ്, വളരെ ജെന്റിൽ ആയിട്ട് പെരുമാറും. പണ്ട് കാലത്ത് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മളെ ഇഞ്ചക്ഷൻ ചെയ്ത് നമുക്ക് തന്നെ അറിയാലോ, ഇഞ്ചക്ഷൻ ചില നഴ്സുമാർ ചെയ്യുമ്പോൾ നമ്മൾ പറയുമ്പോൾ വേദന അറിഞ്ഞില്ല എന്ന് പറയും. കാരണം അവരുടെ ഒരു രീതിയാണ്. അവരത്രയും വളരെ നമ്മളോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ച്, കുഞ്ഞുങ്ങളെയൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമ്മളോടാണെങ്കിലും എത്ര പ്രായം തൊട്ട് ഞാൻ കുത്തുവാണേ എന്നും പറഞ്ഞിട്ടായിരിക്കും അവർ കുത്തുന്നത്. അപ്പൊ അത് അങ്ങനെ സംസാരിച്ച് അങ്ങനെ നല്ല രീതിയിൽ ആ പ്രൊസീജിയർ ചെയ്യാൻ കഴിവുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പണ്ടൊക്കെ അതുള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ
സ്റ്റാഫ് ഒന്നും അങ്ങനെയില്ല. പണ്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഭയങ്കര റഫായിരിക്കും എന്നൊക്കെ പറയണ പോലെ. പിന്നെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ആ ഒരു സിറ്റുവേഷനായിട്ട് റിസോഴ്സ്ഫുൾനെസ് ആയിരിക്കണം. അവര് സിറ്റുവേഷനായിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് അതിനെ പറ്റി ഒരു നോളജ് ഉണ്ടായിരിക്കണം, അലേർട്ട് ആയിരിക്കണം, പ്രോംപ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണം. അല്ലാതെ അവരാദ്യം തലയിറങ്ങി വീഴും, അവര് അങ്ങനെ പിന്നെ പതുക്കെ ആയിട്ട് ആൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാന്ന് വിചാരിക്കും. ചിലവര് ബ്ലഡ് കാണുമ്പോ തന്നെ തലയിറങ്ങി വീഴും. തലയിറങ്ങി വീഴും. വളരെ എഫിഷ്യന്റ് ആയിരിക്കണം. പിന്നെ ഇങ്ങനെയുള്ള വിക്ടിംസിനെ ഹെൽപ്പ് ചെയ്യാനുള്ള നല്ലൊരു മനസ്സ്, കമ്പാഷൻ, കെയർ, എംപതി, ജെന്റിൽനെസ് സോഫ്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് പഠിക്കണം. പക്ഷെ നല്ല അലേർട്ട് ആയിരിക്കണം, പ്രോംപ്റ്റ് റെസ്പോൺസ് ആയിരിക്കണം അവരിൽ നിന്ന് ഉണ്ടാകുന്നത്. അതേപോലെ മാം പെട്ടെന്നുണ്ടാവണ ഈ ഭക്ഷണം കഴിച്ചിട്ടുള്ള അടപ്പ് ഇതൊക്കെ ഉണ്ടാവില്ലേ? അത് സ്കൂളിലും ആയാലും സംഭവിക്കാം. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചുള്ള അവയർനെസ്സും ഒരു ഇത് നല്ലതാണ് അല്ലെ? അതായത് ചിലപ്പോ ഭക്ഷണം ചില സമയത്ത് ചോറ് വേവാതെ വരുമ്പോ നമുക്കിങ്ങനെ ഇറങ്ങാ വിഷമം വരും അല്ലെ? ചില സമയത്ത് അങ്ങനത്തെ ഒരു അസ്വസ്ഥത. പിന്നെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി വലിച്ചു കുറെ കേസ്. പിന്നെ കുട്ടികളെ മൂക്കിലോട്ട് ക്രയോൺസ് ഇടാ, കപ്പലണ്ടി ഇടാ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എന്റെ മോള് മൂക്കിൽ ക്രയോൺസ് ഇട്ടായിരുന്നു. എന്നിട്ട് ഞാൻ മൂന്നാമത്തെ കുട്ടി ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ടൈമിലായിരുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഗ്ലാൻസ് ഇങ്ങോട്ട് തിരിഞ്ഞ് വിളിക്കും, അമ്മേ മൂക്കി ക്രയോൺസ് പോയി, കിട്ടുന്നില്ല. രണ്ടാമത്തെ ആളാണോ ചെയ്തേ? അതെ അതെ. മൂത്ത ആൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു, അതുകൊണ്ട് അവൾ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവളായിരിക്കും രണ്ടാമത്തെ ആളെ നോക്കുന്നത്. എത്ര ഏജ് ഉണ്ടായിരുന്നു? മൂത്ത ആള് അന്ന് 6ലാണ് പഠിക്കുന്നത്, രണ്ടാമത്തെ ആൾക്ക് 2.5 വയസ്സ്, മൂന്നാമത്തെ ആൾക്ക് അന്ന് 3 മാസം ആയിട്ടില്ല, 2 മാസം 45 ഡേയ്സ് ആയിട്ടില്ല. എന്നിട്ട് കൊണ്ട് ഓടി. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും വേറെ ഹോസ്പിറ്റലിൽ വണ്ടി വിളിച്ച് പോയി. അവിടെ ചെന്നിട്ട് അവര് എടുത്തു തന്നു, മൂക്കിന്ന് എടുത്തു തന്നു. അപ്പണ്ട് അവിടെ ചെല്ലുമ്പോ വേറെ 2-3 പിള്ളേര് വെയിറ്റിംഗ് ആണ്. എന്തെന്ന് വെച്ചപ്പോ കപ്പലണ്ടി മൂക്കിലിട്ടു. ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ഞാനൊരു സ്പോഞ്ചിന്റെ കഷ്ണം മൂക്കി കയറ്റി വെച്ചിട്ടുണ്ട്. അന്ന് ഞാൻ LKG പഠിക്കുന്ന ടൈമാ. എന്നിട്ട് അവസാനം ഈ മൂക്കിന്ന് ഇപ്പൊ 2-3 ദിവസം ഞാൻ പറയണില്ല കേട്ടോ, വീട്ടില് പേടിച്ചിട്ട് പറയണില്ല. അവസാനം ഇങ്ങനെ മൂക്കിന്ന് ഇങ്ങനെ സ്മെല്ല് വഞ്ഞ്. അപ്പൊ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് മൂക്കിൽ എന്തോ സാധനം ഉണ്ട്. പിന്നെ അച്ഛനാണ് കേട്ടോ എന്നെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി. ഇത് മൂക്കിന്ന് ഇങ്ങനെ എടുത്ത് ഫോഴ്സെപ്സ് ഒക്കെ ഉപയോഗിച്ച് എടുത്ത് കളഞ്ഞു. ആ മൂക്കിന്റെ ഉള്ളിലത്തെ ദേശം മുഴുവനും പോയി, സ്പോഞ്ചിന്റെ നിറമൊക്കെ മാറിയാക്കി ചുമന്നൊക്കെ ഇരുന്നേച്ച്. അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയ ചലനങ്ങളാണ് മൂക്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ രാസനാദിപ്പൊടിയൊക്കെ മണപ്പിച്ച് കഴിഞ്ഞാൽ ചെറുതൊക്കെ രാസനാദിപ്പൊടി മണപ്പിച്ച് കഴിഞ്ഞാൽ അതുപോലെ ഇങ്ങനെ പെട്ടെന്ന് തുമ്മാൻ വേണ്ടിയിട്ട് ഹാർഡായിട്ടുള്ള സ്മെല്ലുകള്, ഉണക്കമീന്റെ മണം, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തുമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവെന്ന് പറയും. ഒരു ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കുള്ള PDF ഇത്രയും കാര്യങ്ങൾ നമുക്കുള്ള PDF ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് പക്ഷേ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇത് അറിഞ്ഞിരിക്കണം. ഒരു ജസ്റ്റ് അതിനൊരു നോളജ് അവയർനെസ് ഉണ്ടാവണം, ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, നമുക്ക് ഇനിയുള്ളത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണ്. നമുക്കില്ല, നമ്മളുടെ PDF ഇല്ല. ഞാനത് നാളെ ഷെയർ ചെയ്യും. PFA സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് വേണ്ടി വന്ന, റീസെന്റ് വേണ്ടി വന്ന ഏതെങ്കിലും ഇൻസിഡന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് സ്വന്തമല്ല, അല്ലാതെ ജനറലി നമുക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് വേണ്ടി വന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതായിട്ട് ഓർക്കണ്ടോ? എന്തോ ഇതുപോലെ തന്നെ ഞങ്ങള് ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു NCC-ന്റെ. കുറച്ചാളേ ഉള്ള സംഭവം നടന്നിട്ട്. അപ്പൊ ഒരു കുട്ടി, അവർക്ക് ഓൾറെഡി ക്യാമ്പിന് വന്ന ടൈമില് കൈയൊക്കെ ഒടിഞ്ഞ് ബുള്ളറ്റിന്ന് വീണ് ആകെ അവള് വശം കിട്ടാൻ വന്നതാണ്. സുരുത്തങ്കേടായിരുന്നു, എന്റെ ജൂനിയർ ആയിരുന്നു. അവള് ക്യാമ്പിന് വന്ന ദിവസം തന്നെ ബുള്ളറ്റിൽ കറങ്ങി വന്ന് ബുള്ളറ്റിന്ന് താഴെ വീണ് കൈയൊക്കെ പൊട്ടി ആകെ വിഷമായിട്ടാ വന്നത്. അവൾ അതിന്റെ ഇടയില് പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും പറയുക. ക്യാമ്പിന്റെ ലാസ്റ്റ് 2 ദിവസം മുമ്പ് പുള്ളിക്കാരുടെ ലവറായിട്ട് വഴക്കിട്ടു.
പുള്ളിക്കാരിക്ക് ഈ പെട്ടെന്ന് അൺകോൺഷ്യസ് ആവണ സ്വഭാവമാണ്. ഞങ്ങളെല്ലാരും ബാഗ് പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ സെറ്റ് ആയിരുന്ന സമയത്ത് പുള്ളിക്കാരി ഓവറായിട്ട് വഴക്കുണ്ട്. ഞങ്ങൾക്ക് ആ സമയം ഞങ്ങൾക്ക് അവിടെ ക്യാമ്പൊക്കെ അറിയാലോ, കിടക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ല. ഞങ്ങള് ബെഡ്ഷീറ്റ് വിരിച്ച് താഴെ നിലത്ത് കിടക്കുക, കുറച്ച് പേര്. ബാക്കിയുള്ള ആൾക്കാര് 3-4 ബെഞ്ചൊക്കെ പിടിച്ച് അതിന്റെ പൊക്കത്ത് കിടക്കണം. ഇവളതുപോലെ തന്നെ ബെഞ്ചിൽ പിടിച്ച് കിടക്കുക. പെട്ടെന്ന് ഓവറായിട്ട് വഴക്കുണ്ടാക്കി ഒരൊറ്റ വീഴ്ച ഡെസ്കിൽ നിന്ന് ഉരുണ്ട് താഴെ വീണ്. ഒന്നും അതിന് അവളെ കൈയൊക്കെ ഒടിഞ്ഞിരിക്കല്ലേ, കൈയൊക്കെ ഒടിഞ്ഞിരിക്കുക. പിന്നെ ഡെയിലി എയർ റൂമിൽ പോയിട്ട് ഡ്രസ് ചെയ്തോണ്ടിരിക്കേ. അതിനിടെ അവള് വോളിബോൾ കോമ്പറ്റീഷനൊക്കെ ചേർന്ന് അങ്ങനെ വശമായിട്ടിരിക്കും. ഇതിങ്ങനെ ഓവറായിട്ട് വഴക്കുണ്ടാക്കിയാ നേരെ ഉരുണ്ട് താഴെ വീണ. പേടിച്ച് വിറച്ച് എന്താ ചെയ്യണ്ടേന്ന് അറിഞ്ഞൂടാ. അവളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് വന്ന്, കാലിൽ നിന്ന് ബ്ലഡ് വന്ന്, ഒന്നും അറിഞ്ഞൂടാ. പേടിച്ച് പിന്നെ എങ്ങനെയെങ്കിലും അവളുടെ ബോധം ഒന്ന് എടുപ്പിക്കുക. ബ്ലഡ് വന്ന് ആ ബ്ലഡിന്റെ കാര്യം ഞങ്ങൾ ആ സമയത്ത് നോക്കിയില്ല. ആദ്യം അവളെ നോക്കണ്ടത് ശരിക്കും പറഞ്ഞാൽ അവളുടെ ബോധം വരാനാ. പിന്നെ കുറെ നേരം വെള്ളമൊക്കെ തെളിച്ചിട്ടൊന്നും വന്നില്ല. പിന്നെ അവൾക്ക് ഇതുപോലെ ഫിക്സ് തന്നെ. ഇത്രയും പ്രായമായി, 19 വയസ്സുണ്ട്. ലവറുമായിട്ട് വഴക്കിട്ടെ, ലവറായിട്ട് ഫോണിലൂടെ വഴക്കിട്ടത്. ആ ചെക്കന് ശീലമുള്ളതായിരുന്നു മിസ്സേ. ഞങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ഇല്ലാത്ത, ഞങ്ങളിത് വെച്ച് താഴെ വീണത് ഞങ്ങള് പാനിക്കായി. പിന്നെ ആ ചെറുക്കനെ വിളിച്ചിട്ടാണെങ്കിൽ ആ ചെറുക്കന്റെ സൗണ്ട് കേട്ടാൽ ഓക്കെ. ഞങ്ങളെല്ലാരും കൂടെ കിടന്ന് വിളിച്ച് പിന്നെ അവസാനം ഞങ്ങള് മിസ്സേ ഞാൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആ പടി മേടിച്ച് അയച്ചാൽ ആ കൂട്ടത്തിൽ ഞാൻ മാത്രം സീനിയർ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ജൂനിയേഴ്സാ. ഈ കൊച്ചിന്റെ ഉൾപ്പെടെ മേൽനോട്ടം എനിക്കുള്ളതാ. ഇനി ആരാണെങ്കിൽ പേടിച്ച് വിറച്ചു പോയി മിസ്സേ. അതിട്ട് കവളത്തിൽ അടിച്ചിട്ടൊന്നും ഏക്കണില്ല. പിന്നെ സോക്സ് ഒക്കെ ഊരി കാലൊക്കെ തിരുമ്മി. എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ പേടിയാ സിറ്റുവേഷൻ. ഞാൻ വിറയ്ക്ക. അങ്ങനെ ഉണ്ടാക്കി. പിന്നെ കുറെ വെള്ളം ഒഴിച്ച്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ബാക്കി സീനിയേഴ്സിനെ വിളിച്ച്, അവരൊക്കെ വിളിച്ച് കുറെ ഹിന്ദിയില് ഞങ്ങള് ഹിന്ദി പറയല്ലേ, സാറന്മാര് ഹിന്ദി പറഞ്ഞ മാതിരി അങ്ങനെ ഹിന്ദിയൊക്കെ പറഞ്ഞ് വെള്ളം ഒഴിച്ച്. പിന്നെ അവസാനം എന്തൊക്കെയോ പറഞ്ഞ് അവളുടെ ഫോണിൽ നിന്ന് ആ ചെറുക്കന്റെ വോയിസ് വരെ കേൾപ്പിച്ചിട്ടാണ് അവളുടെ ബോധം ഒന്ന് തിരിച്ചു വന്നത്. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ അങ്ങനെ ചില അടുപ്പുള്ളവർ വിളിക്കുമ്പോഴേക്കും ബോധം വരണം? ആ ബോധം വന്നു മിസ്. പേടിച്ച് വിറച്ചു പോയി. ഒരു രക്ഷയില്ല. ഇപ്പോഴും ഓർക്കാൻ പേടിയാ. അതൊരു നെഞ്ചത്തൊക്കെ അടിച്ച് ശ്വാസം ഒന്നും കിട്ടണില്ല പുള്ളിക്കാരിക്ക്, ഒന്നുമില്ല. എന്റെ ദൈവം പേടിയാ സമയം ഇപ്പോഴും ഓർക്കുമ്പോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം ഇന്നത്തെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. നമുക്ക് ഫ്ലഡ് ഒരുവിധം കേരളത്തിലെ മിക്ക സ്ഥലങ്ങളെയും ബാധിച്ചു അല്ലെ. ഫ്ലഡ് കഴിഞ്ഞപ്പം കുറെ പേർക്ക് ഡിപ്രഷൻ അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു. ചിലർക്ക് പ്രോപ്പർട്ടി അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നപ്പം ആ സമയത്ത്, അതായത് എന്തെങ്കിലും ഡിസാസ്റ്റർ അല്ലെങ്കിൽ ടെററിസം, എന്തെങ്കിലും ടെറർ അറ്റാക്ക് ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും അത് അനുഭവിക്കുന്ന ആ ഇമ്പാക്ട് വന്ന ആളുകളില് ഭയങ്കര മെന്റൽ ട്രോമയായിരിക്കും. അവർക്ക് ഭയങ്കര ഷോക്കായിരിക്കും. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതെന്ന് പറഞ്ഞാലും ഒരു വൂണ്ടാണല്ലേ, മനസ്സിന് വൂണ്ട് സംഭവിക്കുന്നു, ഇഞ്ചുറി സംഭവിക്കുന്നു. അപ്പൊ അവരെ നമ്മൾ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ കൊടുക്കുന്ന PFA, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഇതിന് വേണ്ടുന്ന ഹെൽത്ത് എക്സ്പേർട്സ് ഉണ്ടാവും, അതുപോലെ വോളണ്ടിയേഴ്സ് ഉണ്ടായിരിക്കും. അവർക്കൊരു പ്രത്യേകം സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഇതിനു വേണ്ടി വോളണ്ടിയേഴ്സിനെ റെഡിയാക്കും. അത് ഇനീഷ്യലി ഉണ്ടാകുന്ന ഒരു ഡിസ്ട്രസ്, ഒരു നിരാശ പോലെ, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ജീവിക്കുന്ന എന്തിനാ, അങ്ങനെയൊക്കെ പറഞ്ഞ് അവര് ജീവിക്കുമല്ലോ. അപ്പൊ അവർക്ക് കൂടുതൽ അവരുടെ മനസ്സിന് കൂടുതൽ ഹാം ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ അവരോട് പ്രഷറൈസ് ചെയ്യാതെ അവരോട് സംസാരിക്കാൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ അവര് സംസാരിക്കണം, നമ്മൾ നിർബന്ധിക്കരുത്. അവർ ടൈം എടുത്ത് സംസാരിച്ചോട്ടെ. പിന്നെ ആക്റ്റീവ് ലിസണിങ്, ഞാൻ എപ്പോഴും പറയില്ല, ഹാർട്ട് കൊണ്ട് നമ്മൾ കേൾക്കണം. അത് ഇങ്ങനത്തെ വോളണ്ടറി ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ ആര് സംസാരിക്കുമ്പോഴും ആരെ നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ ഹൃദയം കൊണ്ട് കേൾക്കണം. ഇങ്ങനെ കേട്ട് ഇങ്ങനെ നമ്മൾ വിടരുത്. കാരണം അവർക്കത് ഇമ്പോർട്ടൻസ് ആയിരിക്കും. അവര് പറയുന്ന കാര്യങ്ങൾ, കമ്പാഷൻ, നല്ല സ്നേഹം, കെയർ വേണം. അവരുടെ നമ്മുടെ കൊറോണ ടൈമിൽ ഉണ്ടായിരുന്നില്ലേ മാം, ലൈക്ക് ഐസൊലേഷൻ പീരീഡ്, ഒരു 28 days ഒക്കെ ഭയങ്കര പാടായിരുന്നു. അതെ അതെ, കൊറോണ, പിന്നെ ആ ഫ്ലഡ് വന്ന സമയത്ത്, പിന്നെ ചിലപ്പോ ഇങ്ങനെ സ്കൂൾ കുട്ടികളുടെ വാൻ ആക്സിഡന്റ് വന്ന് മരിക്കുമ്പോ ആ അമ്മമാര് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ആ സ്കൂൾ മാനേജ്മെന്റും അവരെല്ലാരും ഡിസ്ട്രസ്സിലേക്ക് പോകും.
അപ്പൊ നമുക്കിതിന് മെയിൻ കമ്പണൻസും ഉണ്ട് സ്റ്റെപ്സും ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ കമ്പണൻസ് സ്റ്റെപ്സും ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം. അപ്പൊ ഇത് മനസ്സിലായല്ലോ, നമ്മൾ എവിടെയാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഞാൻ ഇനി PFA പറയുള്ളൂ. PFA നമ്മൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യേണ്ടവരും, നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്സ് എന്താണ്, PFAയുടെ മെയിൻ കമ്പണൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മുറിവും ബേണിങ്ങും അല്ലാത്ത കാര്യങ്ങളുമായിരുന്നു. ഈ മനസ്സിനെ എടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻസ് അതാണ്. നമുക്ക് എല്ലാവരും പറയില്ലേ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവ് അത് ഉണങ്ങും, പക്ഷെ മനസ്സിനുള്ള മുറിവ് അത് ഉണങ്ങാൻ ബുദ്ധിമുട്ടാന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. ഇതിന്റെ PDF ഞാൻ നാളെ ഷെയർ ചെയ്യാം. അത് മുഴുവൻ അരച്ച് കലക്കി നോക്കണമെന്നില്ല, ഒരു 28 പേജോളം ഉണ്ട്. നമുക്ക് അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് മതി. ഓക്കെ, അത് ഞാൻ നാളെ ക്ലാസ്സിൽ പറയും. ഓക്കെ, ക്ലിയർ ആയോ? നമുക്കെന്താ ഓക്കെ മാം. ഓക്കെ മാം. താങ്ക് യു 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 മാം. എന്റെ പേര് മാം. Thank you.